ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷത എൻ യേശു വരുമ്പോൾ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അത്ഭുതകരമായ ദിവസങ്ങളിലൂടെ നിമിഷങ്ങളിലൂടെയാണ് നമ്മെ ദൈവം വഴി നടത്തുന്നത്. ഓരോ ദിവസവും ദൈവത്തെ രുചിച്ചറിവാൻ തക്കവണ്ണം ദൈവം നമ്മളെ കാത്ത് പരിപാലിക്കുന്നു. ആ വൻകൃപയോർത്ത ദൈവത്തെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. ഈ ആഴ്ചയിലെ പാഠപഠനത്തിലേക്ക് നമുക്ക് കടക്കാം. ഈ ആഴ്ച നമുക്ക് പഠിക്കുവാനുള്ളത് 11ാമത്തെ പാഠമാണ്. ഭൂമിയിൽ ജീവിക്കുന്നു എന്നതാണ് ആ പാഠത്തിൻ്റെ തലക്കെട്ട്. നമുക്ക് പാഠപഠനത്തിന് മുമ്പ് ഒരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. കരുണയോടെ അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, ഹാലലുയ സ്തോത്രം. ഈ നല്ല സുദിനത്തിനായി അടിയങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്ന പച്ച സ്തോത്രം, ഹാലലുയ. ഓരോ ദിവസവും അടിയങ്ങളുടെ ആയുസ് നീട്ടിത്തന്ന് കർത്താവെ സ്തോത്രം. അവിടുത്തെ നാമം മഹിമപ്പെടുത്തുവാൻ തക്കവണ്ണം കർത്താവെ സ്തോത്രം. അടിയങ്ങളെ കാത്തു പരിപാലിക്കുന്ന വൻകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന പച്ച സ്തോത്രം, ഹാലലുയ. അടിയങ്ങളുടെ കുറ്റങ്ങളൊക്കെയും ക്ഷമിച്ചു തരുന്ന വൻകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന പച്ച സ്തോത്രം, ഹാലലുയ. അടിയങ്ങളുടെ സന്തോഷത്തിലും സങ്കടത്തിലും കഷ്ടതയിലും ഒക്കെയും അവിടുത്തെ തിരുസാന്നിധ്യമുള്ള വൻകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന പച്ച സ്തോത്രം. അടിയങ്ങൾ പാഠം പഠിക്കുവാൻ തയ്യാറെടുക്കുന്ന പച്ച സ്തോത്രം. അവിടുത്തെ തിരുസാന്നിധ്യം അടിയങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാഠം പഠിപ്പിക്കുന്ന അടിയനെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. വചനവും പാഠവും ഒക്കെയും അങ്ങയുടേത് കർത്താവെ, പഠിപ്പിക്കുന്ന അടിയനും അങ്ങയുടേത് കർത്താവെ സ്തോത്രം, ഹാലലുയ. ഈ പാഠം കേൾക്കുന്ന മക്കളും അങ്ങയുടേത് കർത്താവെ സ്തോത്രം. അവിടുന്ന് കാത്ത് പരിപാലിക്കണമേ. അവിടുത്തെ സാന്നിധ്യത്താൽ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അടിയങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയൻ്റെ വായിലെ വാക്കുകളെ അവിടുന്ന് നിയന്ത്രിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച സ്തോത്രം, ഹാലലുയ. സ്തുതിക്കുന്നു നാഥ. ഈ പാഠം പഠിപ്പിക്കുന്നത് കർത്താവെ സ്തോത്രം, അടിയൻ്റെ കഴിവല്ല കർത്താവെ സ്തോത്രം. അങ്ങ് തന്ന ദാനമെന്ന ബോധത്തോടു കൂടി പാഠം പഠിപ്പാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാഠം കേൾക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവജനത്തെയും കർത്താവെ അവിടുത്തെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. നല്ല രീതിയിൽ പാഠം ഗ്രഹിപ്പാൻ തക്കവണ്ണം കർത്താവെ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയങ്ങളെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയങ്ങളുടെ ഉള്ളങ്ങളെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പച്ച സ്തോത്രം, ഹാലേലുയ. ഈ പാഠം കർത്താവെ സ്തോത്രം അടിയങ്ങളുടെ ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടായി തീരുവാൻ തക്കവണ്ണം അവിടുത്തെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും വേഗത്തിൽ അവിടുത്തെ വരവ് സാധ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും ഞങ്ങൾക്ക് ജീവൻ പിടിഞ്ഞ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ താഴ്മയെ യാചിക്കുന്ന പച്ച കൃപയോടെ കേട്ടുത്തരമുള്ളമാറാകണമേ, ആമേൻ. 11ാമത്തെ പാഠം ഭൂമിയിൽ ജീവിക്കുന്നു എന്നതായ പാഠം. അതിൻ്റെ മനപ്പാഠവാക്യം നമുക്ക് തന്നിരിക്കുന്നത്: മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു, കഠിനവാക്കോ ക്രോധത്തെ ജ്വലിപ്പിക്കുന്നു. മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു, കഠിനവാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു. സദൃശ്യവാക്യം 15:1. ശനിയാഴ്ചത്തെ പാഠഭാഗത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ വ്യത്യസ്തമായ കുടുംബ പശ്ചാത്തലത്തിലും വ്യത്യസ്തങ്ങളായ സാമൂഹിക തലത്തിലും ജീവിക്കുന്ന വ്യത്യസ്ത കാഴ്ചപ്പാടുകളും ചിന്താഗതികളുമുള്ള ആളുകൾ കൂടിച്ചേർന്ന സമൂഹത്തിലാണ് നാം എല്ലാവരും ജീവിക്കുന്നത്. വ്യത്യസ്തമായ സംസ്കാരങ്ങളിൽ വളർന്നു വന്നവർ ഒരു പൊതു ആവശ്യത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ചിലപ്പോൾ തർക്കങ്ങളും പിരിമുറുക്കങ്ങളും ഉണ്ടാകുക എന്നത് ഒരു സ്വാഭാവികതയാണ്. നാം ജീവിക്കുന്ന സമൂഹത്തിൽ ഉള്ള എല്ലാവരും വ്യത്യസ്ത ചിന്താഗതിക്കാരാണ്, വ്യത്യസ്തമായിട്ട് ജീവിക്കുന്നവരാണ്, വ്യത്യസ്ത സംസ്കാരങ്ങളിലുള്ളവരാണ്, വ്യത്യസ്ത കുടുംബ പശ്ചാത്തലങ്ങളിലുള്ളവരാണ്. അങ്ങനെയുള്ളവർ ഏതെങ്കിലും ഒരു കാര്യത്തിൽ പൊതു അഭിപ്രായം പറയുമ്പോൾ അവിടെ ഒരുപക്ഷെ തർക്കങ്ങൾ ഉണ്ടാകാം, ചിലപ്പോൾ പിരിമുറുക്കങ്ങളുമൊക്കെ ഉണ്ടാകാം. അത് സ്വാഭാവികത. ഇതേ ഒരു അവസ്ഥ യോശുവയുടെ പുസ്തകം നാം പഠിക്കുമ്പോൾ ആ യോശുവയുടെ കാലത്തും ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ യോർദാൻ്റെ പടിഞ്ഞാറുള്ള ഗോത്രങ്ങൾക്കൊപ്പം യോർദാൻ കടക്കുവാനും വിജയത്തിൻ്റെ ഭാഗഭാഗാകുവാനും യോശുവ രൂബേന്യ ഗോത്രത്തിനോടും ഗാദ്യ ഗോത്രങ്ങളോടും മനശ്ശെയുടെ ഗോത്രത്തിൻ്റെ പാതി ഗോത്രത്തോടും അവിടെ ആവശ്യപ്പെടുന്നുണ്ട്. ആ വാക്യം നമുക്കൊന്ന് നോക്കാം. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് സ്വസ്ഥത നൽകി ഈ ദേശവും തന്നിരിക്കുന്നു. നിങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുകുട്ടികളും നിങ്ങളുടെ കന്നുകാലികളും യോർദാൻ ഇക്കരെ മോശെ നിങ്ങൾക്ക് തന്നിട്ടുള്ള ദേശത്തിരിക്കട്ടെ. എന്നാൽ നിങ്ങളിൽ യുദ്ധപ്രാപ്തരായവരൊക്കെയും സന്നദ്ധരായി നിങ്ങളുടെ സഹോദരന്മാർക്ക് മുൻപായി കടന്നു ചെന്ന് യഹോവ നിങ്ങൾക്ക് എന്ന പോലെ നിങ്ങളുടെ സഹോദരന്മാർക്കും സ്വസ്ഥത നൽകുകയും നിങ്ങളുടെ ദൈവമായ യഹോവ അവർക്ക് കൊടുക്കുന്ന ദേശം അവർ കൈവശമാക്കുകയും ചെയ്യുവോളം അവരെ സഹായിക്കണം.
അപ്പോൾ യോശുവയുടെ ഈ വാക്കുകൾ കേട്ടിട്ട് ഗാദ്യ ഗോത്രക്കാരും രൂബേന്യ ഗോത്രക്കാരും മനശ്ശെയുടെ പാതി ഗോത്രക്കാരും മറുപടി പറഞ്ഞത് ഇപ്രകാരമാണ്: നീ ഞങ്ങളോട് കൽപ്പിക്കുന്നതൊക്കെയും ഞങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞാൽ ആ സഹോദരരെ പോയി സഹായിക്കാൻ പറഞ്ഞപ്പോൾ അതവർ ചെയ്യുമെന്നാണ് ആ 2.5 ഗോത്രക്കാർ പറഞ്ഞത്. ഞങ്ങളെ അയക്കുന്നിടത്തൊക്കെയും ഞങ്ങൾ പോകും. ഞങ്ങൾ സകലത്തിലും മോശയെ അനുസരിച്ചിരുന്നത് പോലെ നിന്നെയും അനുസരിക്കുമെന്നാണ് അവര് മറുപടി പറഞ്ഞത്. അപ്രകാരം യോർദാനിക്കരെ തങ്ങളുടെ സഹോദരങ്ങളെ സഹായിക്കാൻ പോയതായ ആ ഗോത്രക്കാർ അവിടെ ചെന്ന് അവരുടെ ജോലി പൂർത്തിയാക്കുന്നു എന്ന് യോശുവയുടെ പുസ്തകം 22-ാം അധ്യായത്തിൽ കാണുന്നു. അപ്പോൾ ആ അധ്യായത്തിനെ നമുക്ക് വിശദമായിട്ട് പഠിക്കുവാനുണ്ട്. എങ്കിലും ചുരുക്കമായി ഒന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. 22-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്, യോശുവ രൂബേന്യരെയും ഗാദിരെയും മനശ്ശെയുടെ പാതി ഗോത്രത്തെയും വിളിച്ചിട്ട് പറഞ്ഞു: യഹോവയുടെ ദാസനായ മോശ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്തു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും നിങ്ങൾ ചെയ്തു. നിങ്ങളുടെ സഹോദരന്മാരെ നിങ്ങൾ സഹായിച്ചു. അവർക്ക് സ്വസ്ഥതയ്ക്കുള്ള സഹായം നൽകി. അവർക്ക് അവരുടെ ദേശം കൈവശമാക്കുവാൻ അവരെ സഹായിച്ചിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വേല പൂർത്തിയാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ദേശത്തേക്ക് മടങ്ങിപ്പോകാമെന്ന് ആ 2.5 ഗോത്രക്കാർ, രൂബേന്യ ഗോത്രം, ഗാദ്യ ഗോത്രം, മനശ്ശെയുടെ പാതി ഗോത്രം, അങ്ങനെ 2.5 ഗോത്രക്കാരോട് അവിടെ പറയുകയാണ്. എന്നിട്ട് അവർക്ക് ചില നിർദ്ദേശങ്ങളും ചില ഉപദേശങ്ങളും ഓർമ്മപ്പെടുത്തലുകളും ഒക്കെ നൽകി അവരെ അവരുടെ ദേശത്തേക്ക് വിടുകയാണ്. അങ്ങനെ യോശുവ അവരെ അനുഗ്രഹിച്ച് യാത്രയാക്കി അവരവരുടെ വീടുകളിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അവര് പോകുന്ന വഴിയിൽ കനാൻ ദേശത്തിലെ യോർദാന്യ പ്രദേശങ്ങളിലെത്തിയപ്പോൾ രൂബേന്യരും ഗാദ്യരും മനശ്ശെയുടെ പാതി ഗോത്രവും ചേർന്ന 2.5 ഗോത്രക്കാര് യോർദാന് സമീപത്ത് കാഴ്ചയിൽ വലുതായ ഒരു യാഗപീഠം അവിടെ പണിതു. ഇത് കേട്ടറിഞ്ഞ ഇസ്രായേൽ ജനം മുഴുവനും അവരോട് യുദ്ധം ചെയ്യുവാൻ ഷീലാവ് എന്ന സ്ഥലത്ത് ഒന്നിച്ചുകൂടി വന്നു. അങ്ങനെ രൂബേന്യ ഗാദ്യ ഗോത്രങ്ങളോടും മനശ്ശെയുടെ പാതി ഗോത്രത്തോടും യുദ്ധം ചെയ്യണമെന്ന് ഇസ്രായേൽ ജനം വളരെ പെട്ടെന്നെടുത്ത ഒരു തീരുമാനമായിരുന്നു. ഈ തീരുമാനം അവിടെ അപകടകരമായ ഒരവസ്ഥ സൃഷ്ടിച്ചുവോ എന്ന് നാം ഈ പാഠത്തിലൂടെ ചിന്തിക്കുന്നു. അപ്രകാരം ഈ ആഴ്ചയിൽ നാം ചില ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരം കണ്ടെത്തുന്നുണ്ട്. എന്തുകൊണ്ട് ഈ അപകടകരമായ നിഗമനങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് ജനങ്ങൾ എത്തിച്ചേരുന്നു എന്നത് ഒരു പ്രസക്തമായ ചോദ്യമാണ്. ആ ചോദ്യത്തിനുത്തരം യോശുവയുടെ പുസ്തകത്തിലെ ബലിപീഠ നിർമ്മാണം മൂലമുണ്ടായ സങ്കീർണ സാഹചര്യത്തെ മുൻനിർത്തി നാം പഠിക്കുന്നുണ്ട്. അതോടൊപ്പം സഭയിൽ നമുക്ക് എങ്ങനെ ഐക്യം വളർത്താം, നാം കാലിടറാതെ നമ്മുടെ വിശ്വാസത്തിലും സഭയിലും ശ്രദ്ധയോടെ ഉറച്ചു നിൽക്കേണ്ടതിൻ്റെ പ്രാധാന്യം കൂടി നാം ഈ പാഠത്തിലൂടെ മനസ്സിലാക്കുന്നുണ്ട്. ദൈവം അതിനായി എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ പാഠഭാഗത്തിലേക്ക് കടക്കാം. ഞായറാഴ്ചത്തെ പാഠഭാഗത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അവിടെ യോശുവയുടെ വാക്ക് കേട്ട് അനുസരിച്ച് രൂബേന്യ ഗോത്രം, ഗാദ്യ ഗോത്രം, മനശ്ശെയുടെ പാതി ഗോത്രങ്ങളും കനാൻ ദേശത്തിലേക്ക് കടക്കുവാൻ ഇസ്രായേൽ മക്കളെ സഹായിക്കുവാനായിട്ട് വന്നു. അവരുടെ ദൗത്യം അവിടെ പൂർത്തിയാവുകയാണ്. കനാൻ ദേശം നമ്മൾ 19-ാം അധ്യായം 20-ാം അധ്യായത്തിലൊക്കെയും അവർ കനാൻ ദേശം അവർ കൈവശമാക്കിയിട്ട് ഓരോരുത്തർക്കും ഓരോ ഗോത്രങ്ങൾക്കും വിഭജിച്ച് കൊടുത്തതായിട്ടൊക്കെ നമ്മൾ കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് നമ്മൾ പഠിച്ചു. അങ്ങനെ ഈ 2.5 ഗോത്രക്കാരുടെ ദൗത്യം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ അവർക്ക് സ്വന്തമായ നേരത്തെ അവർക്ക് ലഭിച്ചതായ ആ അവകാശ ദേശത്തേക്ക് മടങ്ങിപ്പോകുവാനുള്ള അനുവാദവും അനുഗ്രഹവും യോശുവ അവർക്ക് നൽകുന്നതാണ് യോശുവയുടെ പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്നത്. നമുക്ക് അല്പം വിശദമായി ആ കാര്യങ്ങളെ ഒന്ന് ചിന്തിക്കാം. അതായത് യോശുവയുടെ വാക്കുകളിലൂടെ അവിടെ കാണുന്നത് മനശ്ശെയുടെ പാതി ഗോത്രവും രൂബേന്യ ഗാദി ഗോത്രവും അടങ്ങുന്ന 2.5 ഗോത്രക്കാർ ചെയ്തതായ ചില കാര്യങ്ങളെ യോശുവ അവിടെ എടുത്തു പറയുന്നുണ്ട്. യഹോവയുടെ ദാസനായ മോശ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും നിങ്ങൾ പ്രമാണിച്ചു. യഹോവയുടെ ദാസനായ മോശ നിങ്ങളോട് കൽപ്പിച്ച ഒക്കെയും നിങ്ങൾ പ്രമാണിച്ചു. യോശുവ കൽപ്പിച്ച സകല വാക്കുകളും അവർ അനുസരിച്ചു എന്ന് പറയുന്നു. ഇസ്രായേൽ സഹോദരന്മാരെ വിട്ടുപിരിയാതെ അവരുടെ കൂടെ ഇരുന്ന് ദേശം അവകാശമാക്കുവാൻ അവരെ സഹായിച്ചു എന്ന് പറയുന്നുണ്ട്. യഹോവയുടെ കൽപ്പനകൾ അവർ പ്രമാണിച്ചു നടന്നു എന്ന് പറയുന്നുണ്ട്. ആയതിനാൽ ഇനി നിങ്ങൾക്ക് മടങ്ങിപ്പോകാം, കാരണം നിങ്ങളുടെ ദൗത്യം ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു, അതുകൊണ്ട് നിങ്ങൾക്ക് മടങ്ങിപ്പോകാം എന്ന അനുവാദം കൊടുക്കുന്നതോടൊപ്പം ചില മുന്നറിയിപ്പുകളും ചില ഓർമ്മിപ്പിക്കലുകളും കൂടി നടത്തുന്നുണ്ട്.
ഒന്ന്, നിങ്ങളുടെ ദൈവമായ യഹോവയെ സേവിക്കണം. ഇത്രനാളും നിങ്ങൾ സ്നേഹിച്ചതുപോലെ തന്നെ നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ സേവിക്കണം. അവൻ്റെ എല്ലാ വഴികളിലും, യഹോവയുടെ എല്ലാ വഴികളിലും നടക്കണം. യഹോവയുടെ കൽപ്പനകൾ തുടർന്നും പ്രമാണിക്കണം. യഹോവയോട് പറ്റിച്ചേർന്ന് നടക്കണം. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി യഹോവയെ സേവിക്കണം. മോശെ മുഖാന്തരം യഹോവ കൽപ്പിച്ചിട്ടുള്ള കൽപ്പനയും ന്യായപ്രമാണവും ആചരിക്കുവാൻ നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കണം എന്നിങ്ങനെ എണ്ണി പറഞ്ഞ് അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് യോശുവ അവരെ യാത്രയാക്കുന്നത്. തുടർന്ന് 22-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങളിൽ മനശ്ശെ ഗോത്രത്തിൻ്റെ അവകാശ ദേശത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നുണ്ട്. മനശ്ശെയുടെ ഒരു പാതി ഗോത്രത്തെക്കുറിച്ചാണ് നമ്മൾ കേട്ടത്, പഠിച്ചത്. അത് രൂബേന്യ, ഗാദ്യ ഗോത്രങ്ങളോടൊപ്പം യോർദാന്റെ നദിക്ക് അക്കരെയായിരുന്നു. എന്നാൽ ബാക്കി പാതി ഗോത്രത്തിന് ബാഷാനിലും മറ്റേ പാതി ഗോത്രത്തിന് യോർദാൻ അക്കരെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടുമാണ്. മനശ്ശെ ഗോത്രത്തിന് 2 ഭാഗം, യോർദാന്റെ നദിക്കരയുടെ അക്കരെ ഭാഗത്തും ഇക്കരെ ഭാഗത്തുമായിട്ടാണ് അവിടെ അവകാശം കൊടുത്തിരുന്നത്. അങ്ങനെ ഈ 2.5 ഗോത്രക്കാര് തങ്ങളുടെ വീടുകളിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ യോശുവ അവരെ അനുഗ്രഹിച്ചിട്ട് പറയുന്നു, നാൽക്കാലികൾ, വെള്ളി, പൊന്ന്, ചെമ്പ്, ഇരുമ്പ്, വളരെ വസ്ത്രം എന്നിങ്ങനെ അനവധി സമ്പത്തോടും കൂടെ നിങ്ങളുടെ കൂടെ കൊണ്ടുപോകണം. കൂടാതെ നിങ്ങളുടെ ശത്രുക്കളുടെ പക്കൽ നിന്ന് കിട്ടിയ കൊള്ള സഹോദരന്മാർക്ക് പങ്കിട്ട് കൊടുക്കണം എന്നും പറയുന്നു. ഈ ഗോത്രക്കാർ ഇസ്രായേൽ ഗൃഹത്തോട് വളരെയധികം സമർപ്പണവും ത്യാഗവും ഉള്ളവരായിരുന്നു. ഏത് ഗോത്രക്കാരാ? ഈ 2.5 ഗോത്രക്കാർ, ഇസ്രായേൽ ജനത്തെ സഹായിക്കാൻ വന്ന രൂബേന്യ, ഗാദ്യ, മനശ്ശെ ഗോത്രത്തിൻ്റെ പാതി. ഇത്രയും ആൾക്കാർക്ക്, ഈ 2.5 ഗോത്രക്കാർക്ക് ഇങ്ങേപ്പുറത്തെ ദേശം, അതായത് കനാന്യ ദേശം കൈവശമാക്കുവാൻ വന്ന ഇസ്രായേൽ ജനത്തിനോട് വളരെ സമർപ്പണവും ത്യാഗവും ഉള്ളവരായിരുന്നു. ധാരാളം വർഷം അവർക്ക് വേണ്ടി, ഈ ഇസ്രായേലിന് വേണ്ടി ഈ 2.5 ഗോത്രക്കാർ യുദ്ധം ചെയ്തിരുന്നു. ഈ 2.5 ഗോത്രക്കാരിൽ യുദ്ധത്തിന് പ്രാപ്തരായവർ ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്യുമ്പോൾ അവരുടെ ഭാര്യമാരും കുട്ടികളും സമ്പത്തും എല്ലാം എവിടെയാണ്? യോർദാന്റെ കിഴക്കു ഭാഗത്ത്, യോർദാന്റെ അക്കരെ കരയിൽ അവർ താമസിക്കുകയായിരുന്നു. നമുക്കറിയാം, ഒരു യുദ്ധം ചെയ്യുമ്പോൾ ആ യുദ്ധത്തിൽ അപകടങ്ങളുണ്ടാകാം, പരിക്കുണ്ടാകാം, അംഗഭംഗം ഉണ്ടാകാം, ഒരു പക്ഷേ ജീവഹാനി അതുവരെ വരാം. എന്നിരുന്നാലും ഈ ഗോത്ര സഹോദരന്മാരിൽ യുദ്ധപ്രാപ്തരായവർ ഭാര്യമാരെയും കുഞ്ഞുകുട്ടികളെയും അവരുടെ സമ്പത്തിനെയും ഒക്കെയും വിട്ടിട്ട് ഈ ബാക്കി 9.5 ഗോത്രത്തിനെ സഹായിക്കാനായിട്ട് വന്നപ്പോൾ ഈ ഭീഷണികളൊന്നും അവർ വകവച്ചില്ല. ഈ ഭീഷണികളൊന്നും അവരെ പിന്തിരിപ്പിച്ചില്ല. തങ്ങൾക്ക് നേരെ വന്ന ഭീഷണികളെ അവർ അഭിമുഖീകരിച്ചുകൊണ്ട് അവയെ അതിജീവിച്ചു. കാരണം അവരുടെ യുദ്ധത്തിൻ്റെ നായകൻ പിതാവായ യഹോവയായിരുന്നു. മാനുഷികമായി നാം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ യോർദാൻ ഇക്കരെയുള്ള രാജ്യത്തിൻ്റെയും യോർദാനിന് അക്കരെയുള്ള പ്രദേശത്തിൻ്റെയും ഐക്യം നമുക്ക് വ്യക്തമായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. യോർദാൻ ഇക്കരെയുള്ള രാജ്യം കനാൻ ദേശം കൈവശമാക്കിയത് ഇസ്രായേലിലെ 9.5 ഗോത്രക്കാരാണ്. അതായത് രൂബേന്യ, ഗാദ്യ, മനശ്ശെയുടെ പാതിയുമായ 2.5 ഗോത്രക്കാർക്ക് യോർദാൻ ഇക്കരെയാണ്. 2.5 ഗോത്രക്കാർ യോർദാൻ നദിയുടെ ഇക്കരെ ഭാഗത്തും ബാക്കി 9.5 ഗോത്രക്കാർ യോർദാൻ നദിയുടെ അക്കരെ ഭാഗത്തും. അവിടെ ഈ 9.5 ഗോത്രത്തിനും 2.5 ഗോത്രത്തിനും ഇടയിലുള്ള പ്രകൃതിദത്തമായ ഒരു വേർതിരിവായിരുന്നു യോർദാൻ നദി എന്നത്. എന്നാൽ അവിടെ ഒരു ആശങ്ക ഉയർന്നു വരികയാണ്. ഒരു ആശങ്കാകരമായ ഒരു ചോദ്യം അവിടെ വരുന്നുണ്ട്. ഈ പ്രകൃതിയുടെ വേർതിരിവ്, യോർദാൻ നദി എന്ന പ്രകൃതിയുടെ വേർതിരിവ് ഇസ്രായേൽ ജനതയെ, അതായത് ഈ 12 ഗോത്രത്തെ മുഴുവനായും ഐക്യമായി നിലനിർത്തുന്നതിന് തടസ്സമാകുമോ എന്നുള്ള ഒരു ചോദ്യം, ഒരു ആശങ്ക അവിടെ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ കനാൻ ദേശം കൈവശമാക്കുന്നതിൽ ഇരുവിഭാഗക്കാരും വിശ്വസ്തയോടെ നിലകൊണ്ട് ഒന്നിച്ച് അവർ പോരാടി. അതിൻ്റെ കാരണം അവരുടെ ദൗത്യം എന്ന് പറയുന്നത് യോശുവ മുഖാന്തരം പിതാവായ ദൈവം അവരെ ഏൽപ്പിച്ച ദൗത്യമായിരുന്നു. ഈ 2.5 ഗോത്രക്കാരെ ഏൽപ്പിച്ച ദൗത്യം യഹോവ അവർക്ക് കൊടുത്ത ദൗത്യമായിരുന്നു. നിങ്ങൾ വാഗ്ദത്ത ദേശം കടക്കണം എന്ന് 9.5 ഗോത്രക്കാരോട് കൊടുത്തതും യഹോവ തന്നെ ആയിരുന്നു. സഹ ഇസ്രായേലർക്ക് വേണ്ടി മാത്രമല്ല ആ 2.5 ഗോത്രം അവിടെ പോരാടിയത്. യോശുവ മുഖാന്തരം ദൈവം അവരെ ഏൽപ്പിച്ച ദൗത്യം അവരവിടെ പൂർത്തിയാക്കുകയായിരുന്നു. സഹ ഇസ്രായേലർക്ക് വേണ്ടിയല്ല ആ 2.5 ഗോത്രം പോരാടിയത്. യോശുവ മുഖാന്തരം ദൈവം അവരെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കുകയായിരുന്നു അവർ ചെയ്തത്. എഫേസ്യരുടെ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ ദൈവ ഇഷ്ടം മനസ്സോടെ ചെയ്തും മനുഷ്യരെയല്ല
കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചും കൊണ്ട് അനുസരിപ്പീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിന് എന്ന പോലെ മനസ്സോടെ ചെയ്യുവീൻ എന്ന് കൊലോസ്യർ ലേഖനവും പറയുന്നുണ്ട്. അതായത് അന്ന് 2 ഗോത്രക്കാർ ദൈവത്തിനു വേണ്ടി ദൗത്യം പൂർത്തിയാക്കി. ഇസ്രായേലിനെ സഹായിച്ചു. പക്ഷെ ദൈവം അവരെ ഏൽപ്പിച്ച ദൗത്യം ദൈവത്തിനു വേണ്ടി അവർ ചെയ്തു കൊടുത്തു എന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അന്ന് ആ 2.5 ഗോത്രക്കാർക്ക് യോശുവയിലൂടെ ദൈവം അവർക്ക് ദൗത്യം ഏൽപ്പിച്ചു എങ്കിൽ ഇന്ന് നമ്മളെയും ദൈവം ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ വേല ചെയ്യുക എന്ന ദൗത്യം. 1 തെസ്സലോനിക്കർ 2-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം ഇപ്രകാരം പറയുന്നു: ഞങ്ങളെ സുവിശേഷം ഭരമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാകുന്നവരായി തെളിഞ്ഞതുപോലെ ഞങ്ങൾ മനുഷ്യരെയല്ല, ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്രേ പ്രസാദിപ്പിച്ചും കൊണ്ട് സംസാരിക്കുന്നത്. അതായത് യോശുവയുടെ പുസ്തകത്തിൽ 12 ഗോത്രത്തിൽ നിന്നും 2.5 ഗോത്രത്തിലുള്ള പുരുഷന്മാരായ യുദ്ധത്തിന് പ്രാപ്തരായവരെ ദൈവം ഒരു ദൗത്യം ഏൽപ്പിച്ചു. അവർ ആ ദൗത്യം ചെയ്യുവാൻ കൊള്ളാവുന്നവരായതുകൊണ്ടാണ് ദൈവം അവരെ ആ ദൗത്യം ഏൽപ്പിച്ചത്. അതേപോലെ ഇന്ന് നമ്മളെ സുവിശേഷ വേലയ്ക്കായി വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് നമ്മൾ ദൈവത്തിന് കൊള്ളാവുന്നവരായതിനാൽ തന്നെയാണ് എന്ന് തെളിഞ്ഞതുകൊണ്ടാണ് എന്ന് വേദപുസ്തകം പറയുന്നു. ഈ ലോകത്തിൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടാവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇതിലും വലിയ വിളി വേറെ ഇല്ല എന്ന ഒരു സന്തോഷകരമായ ആ ഒരു ആശയം കൂടി ഞാനിവിടെ പങ്കുവയ്ക്കുന്നു. നാം സുവിശേഷ വേലയ്ക്കായി വിളിച്ച് വേർതിരിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഈ ദൗത്യത്തിൽ നിന്നും പിന്തിരിപ്പിക്കുവാനും ഈ ദൗത്യത്തിൽ നിന്നും വേറിട്ട് പോകുവാനും നമ്മളെ നിരുത്സാഹപ്പെടുത്തുവാനും ഒക്കെ പ്രേരിപ്പിക്കുന്ന പല സാഹചര്യങ്ങളും ഉണ്ടാകും. ചിലപ്പോൾ നമുക്ക് നിരാശകൾ വരാം, ചിലപ്പോൾ നമുക്ക് വെല്ലുവിളികൾ വരാം, പ്രയാസങ്ങൾ വരാം, ബുദ്ധിമുട്ടുകൾ വരാം, രോഗങ്ങൾ വരാം. ഇതൊക്കെയും ഈ സുവിശേഷ വേലയിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഘടകങ്ങളാണ്. എന്നിരുന്നാലും നമ്മോടൊപ്പം ഉണ്ടാകുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ള, നമ്മോട് ആവശ്യപ്പെടുവാൻ ചെയ്യുവാൻ നമ്മെ ശക്തിപ്പെടുത്തുന്ന നമ്മുടെ കർത്താവിൻ്റെ ശക്തി നമുക്ക് ദൈവത്തോട് ചോദിക്കുവാൻ കഴിയും. നമുക്ക് മുന്നോട്ട് പോകുവാൻ ആവശ്യമായ പ്രചോദനം ദൈവം നമുക്ക് നൽകും. പ്രാർത്ഥിച്ച് നാം ഇറങ്ങി പുറപ്പെടുകയാണ് എങ്കിൽ സുവിശേഷ വേല എന്നത് കഠിനമായ ഒരു ജോലിയല്ല. ദൈവം നമ്മളെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കുവാൻ നമ്മളെ ദൈവം സഹായിക്കുക തന്നെ ചെയ്യും. അപ്രകാരം യോശുവയുടെ പുസ്തകം 22-ാം അധ്യായത്തിലെ ആ സംഭവത്തിൻ്റെ അവസാനത്തിൽ നാം മനസ്സിലാക്കിയത്, അവിടെ നിന്നും പിരിഞ്ഞു പോകുന്ന ആ 2.5 ഗോത്രങ്ങളോട് യോശുവയുടെ ഓർമ്മപ്പെടുത്തലുകളും അഭ്യർത്ഥനകളും ഉണ്ടായിരുന്നു. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കർത്താവിനോട് വിശ്വസ്തത പുലർത്തണം എന്നതായിരുന്നു. അപ്പോൾ നമുക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നതിനേക്കാൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ നമ്മുടെ സമൂഹത്തിനും നമ്മുടെ സഭയ്ക്കും ഉള്ളിലും ഉള്ള ബന്ധങ്ങൾക്ക് ദൃഢതയുണ്ടാകും, പരസ്പര വിശ്വാസമുണ്ടാകും, ദൈവസ്നേഹം നമ്മളിൽ വർദ്ധിക്കും. ക്രിസ്തുവാകുന്ന തലയുടെ നിയന്ത്രണത്തിലുള്ള ഒരു നല്ല സഭയായി, കർത്താവിൻ്റെ മണവാട്ടി സഭയായി മാറുവാൻ നമുക്ക് സാധിക്കും. ഈ പാഠഭാഗത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയുണ്ട്. അത് പ്രതിബദ്ധത എന്ന സവിശേഷ ഗുണമാണ്. 2.5 ഗോത്രക്കാർ ഇസ്രായേൽ ജനത്തെ സഹായിച്ച് ദൈവത്തോട് വിശ്വസ്തരും തങ്ങളെ ദൈവം ഏൽപ്പിച്ചതായ ദൗത്യത്തോട് പ്രതിബദ്ധതയും പുലർത്തിയതുപോലെ ദൈവം നമ്മളെ ഏൽപ്പിച്ചതായ സുവിശേഷ വേല സഭയ്ക്കകത്തും പുറത്തും വളരെ പ്രതിബദ്ധതയോടുകൂടി ചെയ്ത് പൂർത്തിയാക്കുവാൻ ഈ പാഠഭാഗം നമ്മളെ സഹായിക്കുമാറാകട്ടെ. യോശുവയുടെ പുസ്തകം 22-ാം അധ്യായം 9 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ് നമുക്ക് തുടർന്ന് പഠിക്കുവാനുള്ളത്. ഇവിടെ മടങ്ങിപ്പോകുന്ന ആ 2.5 ഗോത്രങ്ങളുടെ കഥയാണ് പറഞ്ഞിരിക്കുന്നത്. 9-ാം വാക്യം ഇപ്രകാരം പറയുന്നു: അങ്ങനെ രൂബേന്യരും ഗാദ്യരും മനശ്ശെയുടെ പാതിഗോത്രവും മോശെ മുഖാന്തരം യഹോവ കൽപ്പിച്ചതുപോലെ അവരുടെ അവകാശദേശമായ ഗിലെയാദ് ദേശത്തേക്ക് മടങ്ങിപ്പോകേണ്ടതിന് കനാനിലെ ശീലോവിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വിട്ട് യാത്ര പുറപ്പെട്ടു എന്ന് വ്യക്തമാക്കുന്നു. അപ്പോൾ ആ 2.5 ഗോത്രക്കാര് തങ്ങളുടെ സഹോദരങ്ങളെ വന്ന് സഹായിച്ചതിന് ശേഷം അവർ ദൗത്യം പൂർത്തിയാക്കിയെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവർ തിരിച്ചവരുടെ ദേശത്തേക്ക്, അവരുടെ സ്വന്തം ദേശത്തേക്ക് മടങ്ങുകയാണ്. അങ്ങനെ ഷീലോവിൽ നിന്ന് കനാന്യ ദേശത്തിലെ യോർദാന്യ പ്രദേശത്ത് അവർ എത്തി. അവിടെ നിന്ന് ഷീലോവിൽ നിന്ന് യാത്ര പുറപ്പെട്ട് ഈ കനാന്യ ദേശത്തിലെ യോർദാൻ്റെ ആ കരയ്ക്കടുത്തുള്ള ആ ഒരു പ്രദേശത്ത് അവരെത്തിയപ്പോൾ യോർദാൻ്റെ സമീപത്ത് കാഴ്ചയ്ക്ക് വലുതായിരിക്കുന്ന ഒരു യാഗപീഠം പണിതുവെന്ന് 10-ാമത്തെ വാക്യത്തിൽ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. ഈ സംഭവത്തിന് ശേഷം യോശുവ 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്ന ഇസ്രായേൽ മക്കൾ എന്ന ജനം 2 വിഭാഗങ്ങളായിട്ട് അവിടെ മാറുകയാണ്.
അതായത് 2.5 ഗോത്രം രൂബേന്യ, ഗാദ്യ, മനശ്ശയുടെ പാതി ഗോത്രം അടങ്ങുന്ന 2.5 ഗോത്രവും ബാക്കി ഗോത്രങ്ങളും മനശ്ശയുടെ പാതി ഗോത്രവും അടങ്ങുന്ന 9.5 ഗോത്രങ്ങളും ചേർന്ന പടിഞ്ഞാറൻ വിഭാഗങ്ങളെന്നും കിഴക്കൻ വിഭാഗങ്ങളെന്നുമുള്ള 2 വിഭാഗങ്ങളായിട്ട് അവിടെ മാറുകയാണ്. യോശുവയുടെ പുസ്തകം 22-ാം അധ്യായം 10-11-12 വാക്യങ്ങളിൽ രൂബേന്യരും ഗാദ്യരും മനശ്ശയുടെ പാതി ഗോത്രവും കനാൻ ദേശത്തിന്റെ കിഴക്ക് പുറത്ത് യോർദാന്യ പ്രദേശങ്ങളിൽ ഇസ്രയേൽ മക്കൾക്ക് എതിരെ ഇതാ ഒരു യാഗപീഠം പണിതിരിക്കുന്നു എന്ന് ഇസ്രയേൽ മക്കൾ കേട്ടു. ഇസ്രയേൽ മക്കൾ അത് കേട്ടപ്പോൾ ഇസ്രയേൽ മക്കളുടെ സഭ മുഴുവനും അവരോട് യുദ്ധത്തിന് പുറപ്പെടുവാൻ ശീലോവിൽ ഒന്നിച്ചുകൂടി എന്ന് വ്യക്തമാണ്. അപ്പോൾ ഇവിടെ ഈ വാക്യത്തിൽ 2 വിഭജനം വ്യക്തമാണ്. ഒന്ന്, ഇസ്രയേൽ മക്കൾ അഥവാ ഇസ്രയേൽ മക്കളുടെ സഭ എന്ന സംബോധനയും രൂബേന്യ ഗാദ്യ ഗോത്രങ്ങളും മനശ്ശയുടെ പാതി ഗോത്രങ്ങളും എന്ന സംബോധനയും ഈ വാക്യങ്ങളിൽ വ്യക്തമാണ്. അപ്പോൾ രൂബേന്യ ഗാദ്യ ഗോത്രങ്ങളും മനശ്ശയുടെ പാതി ഗോത്രങ്ങളും അടങ്ങുന്ന 2.5 ഗോത്രം ഒരു ഭാഗത്ത്, മനശ്ശയുടെ പാതി ഗോത്രവും മറ്റ് 9 ഗോത്രങ്ങളും അടങ്ങുന്ന 9.5 ഗോത്രം മറുഭാഗത്ത്. അങ്ങനെയെങ്കിൽ അവിടെ മറ്റൊരു ചോദ്യം ഉയർന്നു വരുന്നു. 2.5 ഗോത്രങ്ങളെ ഇസ്രയേല്യരായി കണക്കാക്കാമോ? ഈ 2.5 ഗോത്രക്കാർ പണിത ബലിപീഠം ഈ 2 വിഭാഗങ്ങൾക്കും മധ്യത്തിൽ ഒരു സാക്ഷിയായി തീരുമ്പോൾ അവരെയും ഇസ്രയേല്യരായി കണക്കാക്കപ്പെടുന്നു. അവർക്ക് തമ്മിൽ വിദ്വേഷം ലേശം പോലും ഇല്ലാതെയായി മാറുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം, നമുക്കൊന്ന് ഊഹിക്കാം. പക്ഷേ പിന്നീട് നമ്മൾ ആ 22-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അവരൊന്നിക്കുന്നതായിട്ട് നമുക്ക് കാണാം. പക്ഷേ ഇവിടെ അവർ ആ യാഗപീഠം പണിതതുകൊണ്ട് മാത്രം അവിടെ 2 വിഭാഗങ്ങളായിട്ട് മാറുകയാണ് അവിടെ ചെയ്യുന്നത്. എന്തുതന്നെ ആയാലും 2.5 ഗോത്രക്കാർ നിർമ്മിച്ച ആ യാഗപീഠം ഒരു ഓർമ്മ പുതുക്കലാണ്. അത് ഏത് സംഭവത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ് എന്ന് നമുക്കറിയണമെങ്കിൽ യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിലെ അവസാന ഭാഗത്ത് ഒരു കഥ പറയുന്നുണ്ട്. യഹോവയുടെ നിയമപ്പെട്ടകം ചുവന്ന പുരോഹിതന്മാർ യോർദാന്റെ നടുവിൽ ഉണങ്ങിയ നിലത്ത് ഉറച്ചു നിന്നപ്പോൾ ഇസ്രായേൽ ജനമൊക്കെയും ആദ്യമായി യോർദാൻ നദി കടന്നുപോയി എന്ന് വ്യക്തമാണ്. ശേഷം യോശുവയുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗം നാം പഠിക്കുമ്പോൾ യോശുവയോട് യഹോവ കൽപ്പിച്ച പ്രകാരം 12 ഗോത്രങ്ങളിലെയും തലവന്മാർ യോർദാന്റെ നടുവിൽ പുരോഹിതന്മാർ കാൽ ഉറച്ചു നിന്ന സ്ഥലത്തു നിന്ന് ഇസ്രായേൽ മക്കളുടെ ഗോത്രസംഖ്യയ്ക്കൊത്തവണ്ണം ഓരോ കല്ല് ചുമലിലെടുത്തുകൊണ്ട് കടന്നു വന്നു. ആ 12 കല്ലും അവർ പാർത്തിരുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചു. യോശുവ ആ 12 കല്ലെടുത്തിട്ട് വേറെ 12 കല്ലെടുത്തിട്ട് പുരോഹിതന്മാർ കാൽ ഉറച്ചു നിന്ന സ്ഥലത്ത്, അതായത് യോർദാൻ നദിയുടെ നടുഭാഗത്ത് പുരോഹിതന്മാർ നിയമപ്പെട്ടകവുമായിട്ട് കാൽ ഉറച്ചു നിന്ന സ്ഥലത്ത് ഒരു 12 കല്ല് അവിടെ നാട്ടുന്നുണ്ട്. അതിനുശേഷമാണ് പുരോഹിതന്മാർ യോർദാൻ നദി കര ചവിട്ടി. അതിനു മുമ്പ് യോർദാനിലെ ഇസ്രായേൽ ജനം മുഴുവനും യോർദാൻ കടന്നു. അതിനുശേഷം പുരോഹിതന്മാരാണ് അവസാനമായിട്ട് യോർദാന്റെ കരയിലേക്ക് വന്ന് കയറിയപ്പോൾ നദി ഇരുകര കവിഞ്ഞ് ഒഴുകുകയും ചെയ്തു. അപ്പോൾ ഈ 12 ഗോത്ര തലവന്മാർ യോർദാൻ കരയിൽ നിന്നും ഒരു 12 കല്ലെടുത്തായിരുന്നല്ലോ. ഈ കല്ലുകൾ യോശുവ കൊണ്ടുവന്ന് ഗിൽഗാൽ എന്ന ദേശത്ത് നാട്ടി. അപ്പോൾ അതായത് ചുരുക്കി പറഞ്ഞാൽ യോർദാൻ നദിയുടെ നടുഭാഗത്തും 12 കല്ലുകൾ നാട്ടിയിട്ടുണ്ട്. ഈ അവിടെ നിന്ന് ഗോത്രത്തലവന്മാർ എടുത്തുകൊണ്ട് വന്നതായ ആ 12 കല്ലുകൾ ഗിൽഗാൽ എന്ന ദേശത്തും യോശുവ നാട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഈ കല്ല് നാട്ടിയ കല്ലിൻ്റെ പ്രാധാന്യവും അവിടെ വിശദീകരിച്ചു. യോശുവയുടെ പുസ്തകം 22-ാം അധ്യായം 21-22 വാക്യങ്ങളിൽ പറയുന്നത്, ഈ കല്ല് എന്ത് എന്ന് വരും കാലത്ത് നിങ്ങളുടെ മക്കൾ പിതാക്കന്മാരോട് ചോദിച്ചാൽ ഇസ്രയേൽ ഉണങ്ങിയ നിലത്തുകൂടി ഈ യോർദാനിനെ ഇക്കരെ കടന്നു എന്ന് നിങ്ങളുടെ മക്കളോട് പറയണം. അപ്പോൾ അവിടെ കല്ല് നാട്ടുക എന്നത് ഇസ്രയേൽ ജനത്തിലെ ആ 2.5 ഗോത്രം ചെയ്യുന്നതിന് മുൻപേ ആദ്യമായി ഇവർ യോർദാൻ നദി കടന്നപ്പോൾ ചെയ്തിരുന്നു. അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ആ കല്ല് നാട്ടിയതിൻ്റെ പ്രാധാന്യം എന്നത് ഇസ്രയേൽ ഉണങ്ങിയ നിലത്തുകൂടി ഈ യോർദാൻ ഇക്കരെ കടന്നു എന്നതിൻ്റെ സാക്ഷ്യമാണ്, തെളിവാണ് എന്ന് മക്കളോട് തലമുറയോട് പറയണമെന്നും പറഞ്ഞിരിക്കുന്നു. അതായത് ആദ്യമായി ഇസ്രയേൽ ജനം യോർദാൻ നദി കടന്നതിൻ്റെ സ്മാരകമായിട്ടാണ് ആ കല്ല് ഗിൽഗാലിൽ സ്ഥാപിച്ചത്. അതുപോലെ യോശുവയുടെ പുസ്തകം 22-ാം അധ്യായത്തിലും ഇസ്രയേലിലെ 2.5 ഗോത്രം മാത്രം യോർദാൻ നദി കടന്നു വന്ന് 9.5 ഗോത്രങ്ങളെ സംരക്ഷിച്ച് സഹായിച്ചിരിക്കുകയാണ്. അതിൻ്റെ സ്മാരകമായിട്ടാണ് ഈ 2.5 ഗോത്രക്കാർ അവിടെ ഒരു യാഗപീഠം പണിതിരിക്കുന്നത്. ഈ യാഗപീഠത്തിനും ഒരു
ഉദ്ദേശ്യമുണ്ട്. പക്ഷേ ആ ഉദ്ദേശ്യം വെളിപ്പെടുത്തുന്നതിന് മുൻപേ തന്നെ ഈ സംഭവം ഒരു വലിയ തെറ്റിദ്ധാരണയായിട്ട് മാറിക്കഴിഞ്ഞു. സ്മാരകത്തെക്കാൾ ഉപരി വിശ്വാസത്യാഗത്തിലേക്കുള്ള ചുവടുവെപ്പാണോ എന്നുള്ള ഒരു തെറ്റിദ്ധാരണ അവിടെ ഉയർന്നു വരുന്നു. ഇതിന് ചുരുളഴിക്കുവാനായിട്ട് അവർ അന്വേഷണം ആരംഭിച്ചു. ഈ പ്രവൃത്തി ചെയ്തതായ 2.5 ഗോത്രത്തിൻ്റെ അടുക്കലേക്ക് പുരോഹിതനായ എലയാസറിൻ്റെ മകനായ ഫീനഹാസിനെയും വേറെ 10 പ്രഭുക്കന്മാരെയും ഒക്കെ അവിടെ അയക്കുന്നു. അങ്ങനെ കഥ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ യോശുവയും ഈ എലയാസറും തമ്മിലൊരു സംസാരമോ അല്ലെങ്കിൽ യോശുവയും മറ്റു ഗോത്ര നേതാക്കളുമായുള്ള കൂടിയാലോചനകളോ ഒന്നും നടത്താതെയാണ് ഇവർ ഈ ഒരു പെട്ടെന്നുള്ള ഒരു നിഗമനത്തിലേക്ക് അവരെ എത്തിയത്. അങ്ങനെ ഒരു നിഗമനത്തിലെത്തി അതേ തുടർന്ന് അവർ ഓരോ തീരുമാനത്തിലേക്ക് അങ്ങ് എത്തുകയാണ്. ഈ അവസ്ഥ അവർക്കിടയിലെ തെറ്റിദ്ധാരണയുടെ ആഴം കൂട്ടുന്നു. ഒരുപക്ഷെ സംഘർഷത്തിലേക്കും നയിച്ചേക്കാം എന്ന് നമുക്കൊന്ന് ഊഹിക്കാം. 2.5 ഗോത്രക്കാര് ആ യാഗപീഠം പണിതതിനെ ഒരു മുൻവിധിയോടുകൂടിയാണ് ഈ മറ്റുള്ള ഇസ്രായേൽ ജനം അവിടെ സമീപിക്കുന്നത്. ഇത് നമ്മുടെ ഇന്നത്തെ സമൂഹവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ, നാം ജീവിക്കുന്ന ഈ സമൂഹത്തിലും കാര്യത്തിൻ്റെ സത്യാവസ്ഥ അറിയാതെ തെറ്റിദ്ധരിച്ച് കാര്യങ്ങളെ മുൻവിധിയോടുകൂടി സമീപിക്കുന്നവർ ധാരാളമുണ്ട്. ഇത്തരം മുൻവിധിയോ വിധിയോ നടത്തുന്നവർക്കായി പൗലോസ് നല്ല ചുട്ട മറുപടി തന്നെ നൽകുന്നുണ്ട്. തിരുവചനത്തിൽ നമുക്ക് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 6:37 വിധിക്കരുത്, എന്നാൽ നിങ്ങളെയും വിധിക്കയില്ല. ശിക്ഷയ്ക്ക് വിധിക്കരുത്, എന്നാൽ നിങ്ങൾക്കും ശിക്ഷാവിധി ഉണ്ടാകുകയില്ല. വിടുവീൻ, എന്നാൽ നിങ്ങളെയും വിടുവിക്കും. ഇതേ ആശയം തന്നെ യോഹന്നാൻ സുവിശേഷകനും പറഞ്ഞിരിക്കുന്നു. കാഴ്ചപ്രകാരം വിധിക്കരുത്, നീതിയുള്ള വിധി വിധിപ്പീനെന്ന്. 1 കൊരിന്ത്യരുടെ ലേഖനം 4:5 ഇപ്രകാരം പറയുന്നു: ആകയാൽ കർത്താവ് വരുവോളം സമയത്തിനു മുൻപേ ഒന്നും വിധിക്കരുത്. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തന് ദൈവത്തിങ്കൽ നിന്ന് പുകഴ്ചയുണ്ടാകും. ഈ 3 വാക്യങ്ങളിൽ നല്ല വ്യക്തമായി കാണുന്നത് മറ്റുള്ളവരെ വിധിക്കരുത് എന്ന മുന്നറിയിപ്പാണ്. നമ്മൾ ആരെയെങ്കിലും വിധിച്ചാൽ അത് നമ്മൾക്കും വിധിക്കപ്പെടും. മാത്രമല്ല, വിധിയും ശിക്ഷയും ഒക്കെ യേശുക്രിസ്തു ചെയ്യേണ്ടതാണ്. നീതിയുള്ള വിധി നടത്തുവാൻ യോഗ്യനായ ഒരേ ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു ഹൃദയങ്ങളെ ശോധന ചെയ്ത് സകലവും വെളിപ്പെടുത്തും. പ്രതിഫലവും യേശുവിങ്കൽ മാത്രമാണ് ഉള്ളത്. ഒരു മുൻവിധിയോടുകൂടിയാണ് ഇസ്രായേൽ ജനം എന്ന 9.5 ഗോത്രക്കാര് ബാക്കിയുള്ള 2.5 ഗോത്രക്കാരോട് യുദ്ധത്തിന് പുറപ്പെടുവാനായിട്ട് ആലോചനയിടുവാൻ അവരൊന്നിച്ചു കൂടി വരികയാണ്. അവരപ്പോൾ അങ്ങനെ ആലോചന നടത്തിയിട്ട് അതിൻ്റെ ഒരു തീരുമാനം, അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ എന്ന വണ്ണം ഒരു അന്വേഷണ കമ്മിറ്റിയെ ഈ 2.5 ഗോത്രത്തിൻ്റെ അടുക്കൽ നിന്ന് 9.5 ഗോത്രത്തിൽ നിന്നും തെരഞ്ഞെടുത്തതായ ഒരു അന്വേഷണ കമ്മിറ്റി അവർ രൂപീകരിച്ചിട്ട് ഈ 2.5 ഗോത്രത്തിൻ്റെ അടുക്കലേക്ക് വിടുകയാണ്. ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോ പ്രഭു വീതം 10 പേരും പുരോഹിതനായ എലയാസറിൻ്റെ മകൻ ഫീനഹാസിനെയും ചേർത്താണ് അങ്ങനെ 11 പേരാണ് അവിടെ അന്വേഷണത്തിനായിട്ട് പോയത്. ഇവിടെ ഒരു വ്യക്തിയെ എടുത്തു പറഞ്ഞിരിക്കുന്നു. ഇസ്രയേല്യരായ 9.5 ഗോത്രത്തിലെ തന്നെ ഒരുവനായ ഫിനഹാസ് എന്ന ഒരു വ്യക്തിയെ എടുത്തു പറഞ്ഞിരിക്കുന്നു. ഈ ഫിനഹാസിന്റെ നേതൃത്വത്തിലാണ് ആ പ്രഭുക്കന്മാർ 10 ഗോത്രത്തിലെയും 10 പ്രഭുക്കന്മാർ ആ യാഗപീഠത്തിന്റെ നിർമ്മാണത്തിലേക്ക് 2.5 ഗോത്രക്കാരെ നയിച്ചതിൻ്റെ കാരണം അന്വേഷിക്കുവാനായിട്ട് പോകുന്നത്. എന്തുകൊണ്ടാണ് ഫിനഹാസിനെ തന്നെ അവിടെ തലവനായി തെരഞ്ഞെടുത്തത്? അല്ലെങ്കിൽ ഫിനഹാസിന്റെ നേതൃത്വത്തിൽ ഈ 10 പേർ പോകുവണം എന്ന് തീരുമാനമെടുക്കുവാൻ ഫിനഹാസിനെ അവിടെ നേതാവായി എടുക്കുവാനുള്ള കാരണം എന്താണെന്ന് നമുക്കൊന്ന് അല്പം ചിന്തിക്കാം. അതിന് ഫീനഹാസിന്റെ ഭൂതകാലം നമുക്ക് അല്പം ഒന്ന് ചിന്തിക്കാം. സംഖ്യാപുസ്തകം 25-ാം അധ്യായത്തിൽ ഷിത്തീമിൽ വെച്ച് നടന്നതായ ഒരു സംഭവ കഥയുമായി ബന്ധപ്പെട്ട് ഫീനഹാസിന് ഇസ്രയേലിന്റെ മക്കളുടെ ഇടയിൽ വലിയ സ്വാധീനമുണ്ടാക്കാൻ സാധിച്ചു. സംഭവം ഇതാണ്: ഷിത്തീമിൽ വെച്ച് ഇസ്രയേൽ ജനം മോവാബ്യ സ്ത്രീകളുമായിട്ട് പരസംഗം ചെയ്തു തുടങ്ങി. ദേവന്മാർക്ക് അർപ്പിച്ചത് ഭക്ഷിക്കാൻ തുടങ്ങി. അവരുടെ ദേവന്മാരെ നമസ്കരിച്ചു.
ബാൽപെയോറിനോട് ചേർന്ന ഇസ്രയേൽ ജനത്തോട് യഹോവയുടെ കോപം ജ്വലിച്ചു. അപ്പോൾ ആ ബാൽപെയോറിനോട് അവർ ബാൽപെയോറിനോട് ചേർന്നിട്ട് പരസംഗവും വിഗ്രഹാരാധനയും ശബദാർപ്പിതവും ഒക്കെ അവർ മറ്റു ദേവന്മാർക്ക് അർപ്പിച്ചതൊക്കെ ഭക്ഷിക്കുവാനും ഒക്കെ തുടങ്ങി. ഇത് മനസ്സിലാക്കിയപ്പോൾ ഇത് അറിഞ്ഞ യഹോവയ്ക്ക് ദൈവത്തിന് എന്ത് ചെയ്തു? ഇസ്രയേൽ ജനത്തോട് യഹോവയുടെ കോപം ജ്വലിച്ചു. മോശ മുഖാന്തരം യഹോവ ബാൽപെയോറിനോട് ചേർന്നവരെ കൊന്നുകളയുവാൻ അവിടെ യഹോവ കൽപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന പ്രകാരം മോശയുടെ വാക്കുകൾ കേട്ടറിഞ്ഞ് ഇസ്രയേൽ ജനം മോശയുടെ നേതൃത്വത്തിൽ ഒന്നിച്ചു കൂടിയിട്ട് അവരെ കൊന്നുകളയുക എന്ന യഹോവയുടെ ആ ശിക്ഷാവിധിയെ അറിഞ്ഞപ്പോൾ അവരൊന്നിച്ചിരുന്ന് കരയുകയാണ്. അപ്പോൾ ആ സമയത്ത് സിമ്രി എന്ന പേരുള്ള ഒരു ഇസ്രായേലിയൻ കൊസ്ബി എന്ന മിദ്യാന ഗോത്രത്തിലെ ഒരു സ്ത്രീയുമായിട്ട് ഒന്നിച്ച് വരിക. അങ്ങനെ വന്നപ്പോൾ ഫിനഹാസ് എന്ന ഇസ്രായേലിയൻ സഭയുടെ മധ്യത്തിൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന് കയ്യിലൊരു കുന്തമെടുത്ത് ഇവരുടെ രണ്ടുപേരും പോയതായ അന്തപുരത്തിലേക്ക് ചെന്ന് ആ രണ്ടുപേരെയും, ആ സിമ്രി എന്ന പുരുഷനെയും കൊസ്ബി എന്ന ആ സ്ത്രീയെയും കുത്തിക്കൊലപ്പെടുത്തുന്നു. അപ്പോൾ ഇസ്രായേൽ ജനത്തെ ബാധിച്ച ബാധ അവിടെ വിട്ടുപോയി എന്ന് വേദപുസ്തകം പറയുന്നു. അതിനുശേഷം മോശയോട് യഹോവ ഇപ്രകാരം പറഞ്ഞു, എൻ്റെ തീഷ്ണതയിൽ ഇസ്രയേൽ മക്കളെ സംഹരിക്കാതിരിക്കേണ്ടതിന്. അപ്പോൾ ആ ഇസ്രയേൽ ജനം ബാൽപെയോറിനോട് ചേർന്ന് അകൃത്യം ചെയ്തപ്പോൾ യഹോവയ്ക്ക് കോപം അവരുടെ മേലുണ്ടായപ്പോൾ ആ കോപത്തിൻ്റെ തീഷ്ണത മനസ്സിലാക്കിയ ആ ഇസ്രയേലിയനായ ഫിനഹാസ് എന്തു ചെയ്തു? അവരവിടെ കൊന്നു. അപ്പോൾ എൻ്റെ തീഷ്ണതയിൽ ഇസ്രയേൽ മക്കളെ സംഹരിക്കാതിരിക്കേണ്ടതിന് ഫിനഹാസ് എനിക്ക് വേണ്ടി തീഷ്ണതയോടെ പ്രവർത്തിച്ചു എന്ന് ദൈവം അവിടെ ഫിനഹാസിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. അതിനാൽ എൻ്റെ ക്രോധം ഇസ്രയേൽ ജനത്തെ വിട്ടുപോയിരിക്കുന്നു. അതുകൊണ്ട് ഫിനഹാസിന് ഞാൻ എൻ്റെ സമാധാന നിയമം കൊടുക്കുന്നുവെന്ന് പിതാവായ ദൈവം അവിടെ വെളിപ്പെടുത്തുന്നു. അതായത് യഹോവയുടെ മഹാക്രോധത്തിൽ നിന്ന് ഇസ്രയേൽ ജനത്തെ രക്ഷിച്ചവനാണ് ഫിനഹാസ്. യഹോവ സമാധാന നിയമം ഏൽപ്പിച്ചു കൊടുത്ത വ്യക്തിയാണ് ഫിനഹാസ്. ഇസ്രയേൽ ജനത്തിനു വേണ്ടി പ്രായശ്ചിത്തം ചെയ്തവനാണ് ഫിനഹാസ്. ദൈവത്തിനോട് തീഷ്ണതയുള്ളവനാണ് എന്നിങ്ങനെയുള്ള പ്രത്യേകതകളുള്ള ഈ വ്യക്തിയായ ഫിനഹാസിനെയാണ് അവർ അവിടെ നേതാവായിട്ട് എടുത്തത്. അതുകൊണ്ട് തന്നെ ഫിനഹാസിന് ഇസ്രയേൽ ജനത്തിനിടയിൽ വളരെ പ്രാധാന്യമുണ്ട്. യഹോവയുടെ ക്രോധത്തെക്കുറിച്ച് അനുഭവജ്ഞാനമുണ്ട്. യഹോവയുടെ ക്രോധത്തിൻ്റെ ആഴം അറിയാവുന്നവനും ആണ്. അത്തരമൊരു നേതാവിനോടൊപ്പം 10 ഗോത്രപ്രഭുക്കന്മാരും കൂടി ചേർന്ന് 2.5 ഗോത്രക്കാരോട് വ്യക്തമായി പറയുകയാണ്, യഹോവയുടെ സഭ മുഴുവനും ഇപ്രകാരം പറയുന്നു എന്നാണ് അവർ പറഞ്ഞു തുടങ്ങുന്നത്. അതായത് ഈ 2.5 ഗോത്രക്കാരുടെ മുമ്പിൽ ചെന്ന് ഈ 9.5 ഗോത്രത്തിലെ അന്വേഷണ പ്രതിനിധികൾ ചെന്ന് അവരോട് സംസാരിക്കാൻ തുടക്കമിടുകയാണ്. യഹോവയുടെ സഭ മുഴുവനും ഇപ്രകാരം പറയുന്നു എന്നവർ തുടങ്ങി പറയുന്നു. അവരുടെ വാക്കുകൾ, ഫിനഹാസിന്റെ വാക്കുകൾ ആരംഭിക്കുന്നത് അങ്ങനെയാണ്. ഇവിടെ കാണുന്ന ഒരു പ്രത്യേകത എന്നത്, യോശുവയുടെ പുസ്തകത്തിൽ നമ്മൾ ഏറ്റവും പഠിച്ച ഒരു 22 അധ്യായം വരെ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ അധ്യായങ്ങളിലൊക്കെയും നമ്മൾ കാണുന്നത് കൂടുതലും ഒന്നുകിൽ യഹോവയുടെ വാക്കുകളോ അല്ലെങ്കിൽ യോശുവയുടെ വാക്കുകളോ ആണ് നമ്മളിവിടെ കാണുന്നത്. എന്നാൽ ഇവിടെ ഈ പുസ്തകത്തിൽ, അതായത് ഈ യോശുവയുടെ പുസ്തകത്തിലെ 22-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് 2.5 ഗോത്രക്കാരോട് സംസാരിക്കുന്നത് കർത്താവല്ല, പകരം തെറ്റ് ചെയ്തപ്പോൾ കർത്താവിന് ഇസ്രയേൽ ജനത്തോട് ഉണ്ടായ ക്രോധത്തെ തിരിച്ചറിഞ്ഞ അനുഭവമുള്ള ഇസ്രയേൽ സഭയാണ് അവിടെ സംസാരിക്കുന്നത്. തുടർന്ന് ഫിനഹാസ് സംസാരിക്കുന്നു. ചില പ്രധാനപ്പെട്ട ഓർമ്മപ്പെടുത്തലുകൾ അവിടെ നടത്തുന്നുണ്ട്. നിങ്ങൾ യഹോവയോട് മത്സരിക്കുവാൻ പോവാണോ? ഈ യാഗപീഠം പണിതത് യഹോവയെ വിട്ടു മാറുവാനാണോ? ഇത് കർത്താവിനോടുള്ള ദ്രോഹമല്ലേ? പണ്ട് പെയോർ സംബന്ധിച്ച ഒരു അനുഭവം നമുക്കുണ്ടല്ലോ. അതിൻ്റെ പ്രയാസം ഇതുവരെ നമ്മളെ വിട്ടു മാറിയിട്ടുമില്ല. നിങ്ങൾ ഇപ്രകാരം ചെയ്തതു മൂലം, ഇന്ന് നിങ്ങൾ ഇപ്രകാരം ഇത് ചെയ്തതു മൂലം നാളെ യഹോവ നമ്മളെ ക്രോധത്താൽ ശിക്ഷിക്കുമല്ലോ. നിങ്ങളുടെ ദേശം നിങ്ങൾക്ക് താല്പര്യമില്ല, അതായത് യോർദാൻ അക്കരെ കിടക്കുന്ന ആ ദേശത്തോട്ട് നിങ്ങൾക്ക് പോകാൻ താല്പര്യമില്ല എങ്കിൽ നിങ്ങൾ അവിടം വിട്ടിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നു പോരെ, ഞങ്ങളുടെ ദേശത്തിലെ അവകാശവും നിങ്ങൾക്ക് തരാം, ഞങ്ങളോടൊപ്പം വന്ന് ഞങ്ങളോട് താമസിക്കുക. നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് ഒരു യാഗപീഠമുണ്ട്. മറ്റൊരു യാഗപീഠം പണിത് നിങ്ങൾ ദൈവത്തോട് മത്സരിക്കരുത്, ഞങ്ങൾക്കും അത് ബുദ്ധിമുട്ടാകും. പണ്ട് ആഖാൻ ശബദാർപ്പിതമെടുത്ത് കുറ്റം ചെയ്തപ്പോൾ യഹോവയുടെ കോപം ഒരാളിൽ മാത്രമല്ല വന്നത്, ഏവരും അതിൻ്റെ ശിക്ഷ അനുഭവിച്ചല്ലോ എന്നിങ്ങനെ പഴയ അനുഭവങ്ങളുടെ ഓർമ്മപ്പെടുത്തൽ കൂടി ഫിനഹാസ് അവിടെ നടത്തുന്നുണ്ട്.
ഇത് ഫിനഹാസ് സംസാരിച്ചത് ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല, മുഴുവൻ ഇസ്രായേൽ ജനത്തിനും വേണ്ടി കൂടെയാണ്. 2.5 ഗോത്രക്കാരുടെ യാഗപീഠ നിർമ്മാണം വിശ്വാസത്യാഗത്തിലേക്കും വിഗ്രഹ ആരാധനയിലേക്കും നയിക്കുമെന്നും അതിൻ്റെ പരിണിത ഫലം ഒരാൾ മാത്രമല്ല, അല്ലെങ്കിൽ ആ 2.5 ഗോത്രക്കാർ മാത്രമല്ല, ഇസ്രായേൽ ജനത്തിലെ 12 ഗോത്രക്കാർ മുഴുവനും അനുഭവിക്കേണ്ടി വരും, അവരെ കൂടി അത് ബാധിക്കുമെന്നും അവിടെ ഫിനഹാസ് ഓർമ്മിപ്പിക്കുകയാണ്. ഇസ്രായേൽ ജനത്തിന് ഭൂതകാലത്തിൽ സംഭവിച്ച പല അനുഭവങ്ങളും ഭാവിയിൽ വന്നു ചേരുമെന്ന് ഫിനഹാസ് ഓർമ്മിപ്പിക്കുകയാണ്. ഭാവിയിൽ സമാന സംഭവങ്ങൾ വന്നു ചേർന്നാൽ നാം വീണ്ടും ദൈവക്രോധത്തിനും ദൈവത്തിൻ്റെ ശിക്ഷയ്ക്കും ഇരയാകുമെന്നും അവർ ആ 2.5 ഗോത്രത്തെ പറഞ്ഞു മനസ്സിലാക്കുന്നു. നമുക്കെല്ലാവർക്കും ഭൂതകാലത്തിൽ ഇതുപോലെ ശുഭകരമല്ലാത്ത അനുഭവങ്ങളുണ്ട്. അത് ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം. നമ്മുടെ മുൻകാല ദുരന്തങ്ങൾ ഇന്നത്തെ നമ്മുടെ അയൽക്കാരോടുള്ള പെരുമാറ്റത്തെ നിർണ്ണയിക്കുന്നില്ല. കാരണം നമ്മുടെ മുൻകാല പാപങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു തൻ്റെ സ്വന്തം രക്തം നൽകി നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. നാം ഇപ്പോൾ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടികളാണ്. ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നമ്മളിലും ഉണ്ടായിരിക്കണം. അപ്രകാരം ഫിനഹാസ് തൻ്റെ വാക്കുകളിൽ ഒരു പ്രത്യേക പദം അവിടെ ഊന്നി പറയുന്നുണ്ട്. ആഖാന്റെ പാപത്തെ വിവരിക്കാൻ ഉപയോഗിച്ച അതേ പദം, അകൃത്യം എന്ന പദം. ഈ പദം മോശയുടെ 5 പുസ്തകങ്ങളിലും നിരവധി തവണ എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കാം 2.5 ഗോത്രക്കാർ ഒരു യാഗപീഠം അവിടെ പണിതപ്പോൾ ആ പ്രവൃത്തിയെ ഫിനഹാസ് അകൃത്യത്തോട് സാമ്യപ്പെടുത്തിയത്? എന്തുകൊണ്ടായിരിക്കാം? ഫിനഹാസ് തൻ്റെ വാക്കുകളിൽ ഒരു പ്രത്യേക പദം ഊന്നി പറയുന്നു. ആഖാന്റെ പാപത്തെ വിവരിക്കാൻ ഉപയോഗിച്ച അകൃത്യം എന്ന പദം. ഈ പദം മോശയുടെ 5 പുസ്തകങ്ങളിലും നിരവധി തവണ എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കാം അത്തരമൊരു പദം, അകൃത്യം എന്ന പദം ഫിനഹാസ് അവിടെ ആവർത്തിക്കാൻ കാരണം? 2.5 ഗോത്രക്കാർ ചെയ്ത പ്രവൃത്തിയെ ഫിനഹാസ് അകൃത്യത്തോട് സാമ്യപ്പെടുത്തിയത് എന്തുകൊണ്ടായിരിക്കാം? ഫിനഹാസിന് ആഖാൻ, ബാൽ പെയോർ എന്നിവരുടെ അനുഭവം അറിയാം. ആഖാൻ വഞ്ചനയ്ക്കും പെയോർ കലാപത്തിനും പേര് കേട്ടിരിക്കുന്നു. ഇരുവർക്കും വിശ്വാസത്യാഗവും വിഗ്രഹാരാധനയും സംഭവിച്ചവരാണ്. അതുകൊണ്ട് തന്നെ യഹോവയുടെ ക്രോധം അവരുടെ മേൽ വന്നിരിക്കുന്നു. അതേപോലെ അംഗീകൃതമല്ലാത്ത ഒരു യാഗപീഠം നിർമ്മിച്ചതായ പ്രവൃത്തി വിശ്വാസത്യാഗത്തിലേക്കും വിഗ്രഹാരാധനയിലേക്കും അധാർമികതയിലേക്കും ആ ജനത്തെ നയിക്കുമെന്നും അതിൻ്റെ ശിക്ഷാവിധി 2.5 ഗോത്രങ്ങളെ മാത്രമല്ല 12 ഗോത്രങ്ങളെയും ചേർന്ന് അനുഭവിക്കേണ്ടി വരുമെന്ന ഭയം കാരണമാണ് ഫിനഹാസ് ആ രീതിയിൽ അവരെ ഓർമ്മപ്പെടുത്തിയത്. എന്തുതന്നെ ആയാലും ഫിനഹാസിൻ്റെയും കൂട്ടരുടെയും പെട്ടെന്നുണ്ടായ നിഗമനങ്ങളും അവരുടെ പെരുമാറ്റങ്ങളും മുൻവിധികളും എല്ലാം അല്പനേരത്തേക്ക് മാത്രമേ നിലനിന്നിരുന്നുള്ളൂ. അന്വേഷണക്കാരുടെ ആശങ്കകൾക്ക് 2.5 ഗോത്രക്കാർ മൃദുവായ ഉത്തരം നൽകി. അവരുടെ കോപത്തെ ശമിപ്പിക്കുകയാണ് പിന്നീട് ഉണ്ടായത്. കാരണം 2.5 ഗോത്രക്കാരുടെ ചിന്താഗതി അറിയാതെയാണ് ഈ അന്വേഷണ പ്രതിനിധികൾ ഇവരുടെ അടുക്കലേക്ക് എത്തി അവരുടെ മേൽ കുറ്റം ആരോപിച്ചത്. അവരുടെ ഭയത്തിനുള്ള കാരണം ഇവരോട് ശരിക്കും ചോദിച്ച് അറിഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് 2.5 ഗോത്രക്കാർ പറഞ്ഞതായ മൃദുവായ ഉത്തരം യോശുവയുടെ പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ ഹൃദയഭാഗമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വാക്യങ്ങളാണ് ആ ഭാഗങ്ങൾ. ഫിനഹാസും കൂട്ടരും അവരുടെ മേൽ, അതായത് ആ 2.5 ഗോത്രക്കാരുടെ മേൽ ആരോപിച്ച കുറ്റങ്ങളും ഭവിഷ്യത്തുകളും കഠിന ചോദ്യങ്ങളുമൊക്കെ ഈ 2.5 ഗോത്രക്കാർ ക്ഷമയോടെ കേട്ടു നിൽക്കുകയാണ്. ഫിനഹാസും 10 ഗോത്ര തലവന്മാരും വന്ന് ചോദ്യം ചെയ്തതും അവരവരുടെ മേൽ ആരോപിച്ചതായ ആ കഠിന ആരോപണങ്ങളും ഒക്കെ ഈ 2.5 ഗോത്രക്കാർ ക്ഷമയോടെ കേട്ടു നിൽക്കുകയാണ്. വളരെ ഗൗരവമേറിയ ആരോപണങ്ങളാണ് അവർ നടത്തിയതെങ്കിലും ഈ 2.5 ഗോത്രക്കാരുടെ ക്ഷമ എടുത്തു പറയേണ്ടത് തന്നെ ആണ്. അപ്രകാരം ക്ഷമയോടുകൂടി അവർ മൃദുവായ ഉത്തരം പറഞ്ഞു തുടങ്ങി. സർവ്വവല്ലഭനാകുന്ന ദൈവമായ യഹോവ തന്നെ അറിയുന്നു എന്നതാണ് അവർ ആദ്യം പറഞ്ഞ മറുപടി. അവർ ദൈവത്തെ അഭിസംബോധന ചെയ്തതൊന്ന് ശ്രദ്ധിക്കുക. സർവ്വവല്ലഭനാകുന്ന ദൈവമായ യഹോവ തന്നെ. ഇവിടെ ഈ അഭിസംബോധന ഇസ്രയേലിൽ ആഭ്യന്തര യുദ്ധം ഉണ്ടാക്കുവാനിടയുള്ള സംഭവങ്ങളെ, സംശയങ്ങളെയും ആരോപണങ്ങളെയും ഇല്ലാതാക്കുവാൻ മതിയായവ തന്നെയായിരുന്നു. എങ്കിലും അവർ തുടർന്ന് പറയുകയാണ്, യഹോവ തന്നെ അറിയുന്നു, ഇസ്രയേലും അറിയട്ടെ. അതായത് ദൈവം ഈ സാഹചര്യങ്ങളും
അറിയുകയും പൂർണ്ണമായി മനസ്സിലാക്കുകയും ചെയ്യുന്നുവെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അവർക്കത് ആ ഒരു ദൈവം അവർ ചെയ്ത പ്രവൃത്തിയുടെ കാര്യമെന്ത്, പ്രവൃത്തിയുടെ പിന്നിലെ ഉദ്ദേശ്യമെന്ത് എന്ന് ദൈവം അറിയുന്നു എന്നവർ പൂർണ്ണമായിട്ടും അവർക്ക് ഉറച്ച ബോധ്യമുണ്ട്. അതോടൊപ്പം ഇസ്രായേൽ ജനവും ആ വസ്തുത അറിയട്ടെ എന്നവർ പ്രതീക്ഷിക്കുകയാണ്. ആ അന്വേഷണക്കാർക്കും സത്യാവസ്ഥ ബോധ്യപ്പെടട്ടെ എന്നവർ ആഗ്രഹിക്കുകയാണ്. തുടർന്ന് പറയുന്നു, യഹോവയെ ദ്രോഹിക്കാനാണ് ഞങ്ങൾ ഇത് ചെയ്തതെങ്കിൽ യഹോവയുടെ രക്ഷ ഞങ്ങൾക്കില്ലാതെ പോകട്ടെ, യഹോവ തന്നെ ഞങ്ങളോട് ചോദിച്ചു കൊള്ളട്ടെ എന്നും അവർ പറയുന്നുണ്ട്. അതിനുശേഷമാണ് അവർ ചെയ്ത പ്രവൃത്തിയുടെ യഥാർത്ഥ കാരണം വെളിപ്പെടുത്തുന്നത്. യോശുവയുടെ പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു, ഞങ്ങൾ യഹോവയുടെ സന്നിധാനത്തിൽ ഞങ്ങളുടെ ഹോമയാഗങ്ങളാലും ഹനനയാഗങ്ങളാലും സമാധാന യാഗങ്ങളാലും അവൻ്റെ ശുശ്രൂഷ അനുഷ്ഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ, അതായത് ആ 9.5 ഗോത്രക്കാരുടെ മക്കള് നാളെ ഒരു സമയത്ത് വന്നിട്ട് ഞങ്ങളുടെ മക്കളോട്, അതായത് ഈ 2.5 ഗോത്രക്കാരുടെ മക്കളോട് നിങ്ങൾക്ക് യഹോവയിൽ ഒരു ഓഹരിയുമില്ല എന്ന് പറയാതിരിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്കും നിങ്ങൾക്കും നമ്മൾക്കു ശേഷം നമ്മുടെ സന്തതിക്കും മധ്യേ ഈ യാഗപീഠം ഒരു സാക്ഷിയായിരിക്കേണ്ടതിന് വേണ്ടി മാത്രമാണ് ഞങ്ങളിത് പണിതതെന്ന് സത്യം വെളിപ്പെടുത്തുന്നു. അതായത് യാഗപീഠം എന്നത് ഒരു യാഗസ്ഥലമായി മാത്രം പ്രവർത്തിക്കുന്നില്ല, ഒന്നാണെന്നുള്ള ചിന്ത ഉളവാക്കുന്നതിനും കൂടിയാണ് അവർ ആ യാഗപീഠം അവിടെ പണിതത്. ശരിക്കും പറഞ്ഞാൽ വിശ്വാസത്യാഗത്തേക്കാൾ ഉപരി ഇസ്രായേൽ ജനം 9.5 ഗോത്രത്തിൽ നിന്നും 2.5 ഗോത്രക്കാർ വേർപിരിഞ്ഞു പോകുമോ എന്ന ഭയം, അതായത് ഇസ്രായേൽ ജനത്തിന് 2 വിഭാഗമായിട്ട് മാറിപ്പോകുമോ, 9.5 ഗോത്രം എന്നതും 2.5 ഗോത്രം എന്നതുമായ ഒരു വേർതിരിവ് അവിടെ ഉണ്ടാകുമോ എന്നുള്ള ഭയം മൂലമാണ് അവരവിടെ ആ യാഗപീഠം പണിതത്. അവരുടെ ഭയത്തിന്, അവരുടെ ആശങ്കയ്ക്ക് അവിടെ അടിസ്ഥാനമുണ്ട്. കാരണം 9.5 ഗോത്രക്കാർ യോർദാനിനിക്കരയും 2.5 ഗോത്രക്കാർക്ക് യോർദാനിനക്കരയുമാണ് അവകാശദേശം ഉള്ളത്. നമുക്കറിയാം, നമ്മളുടെ ഈ മാനുഷികപരമായ ബന്ധങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ ഓരോ തലമുറ പിന്നിടുമ്പോഴും ബന്ധങ്ങൾ അകന്നു പോവുകയാണ്. അപ്പോൾ ആ ബന്ധങ്ങൾ അകന്നു പോകുമ്പോൾ പിന്നിലുള്ള തലമുറക്കാർക്ക് ഈ പുതിയ തലമുറക്കാർക്കുമായിട്ട് യാതൊരു, അവർ ആരാണെന്നൊക്കെ അന്വേഷിച്ചറിഞ്ഞ് ചോദിച്ചറിഞ്ഞൊക്കെ പോരേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഈ 2.5 ഗോത്രക്കാരും 9.5 ഗോത്രക്കാരും തമ്മിൽ ഒരു പ്രകൃതിദത്തമായ വേർതിരിവ്, യോർദാൻ നദി എന്ന പ്രകൃതിദത്തമായ വേർതിരിവ് അവിടെ ഉണ്ട് എങ്കിലും അതവർക്ക് ഒരു പക്ഷേ അവർക്ക് ഭയമാകുന്നു. ഈ ഒരു വേർതിരിവ് അവരെ 2 വിഭാഗമാക്കി മാറ്റുമോ എന്ന ഒരു ഭയം അവർക്കവിടെ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ അതിനേക്കാൾ ഉപരി ഇവർക്ക് വന്ന മറ്റൊരു ഭയം ഉണ്ടായിരുന്നു. കർത്താവായ യഹോവയിലുള്ള അവരുടെ ഓഹരി, അതായത് 9.5 ഗോത്രക്കാരും 2.5 ഗോത്രക്കാരും ആരെയാണ് സേവിക്കുന്നത്? കർത്താവായ ദൈവത്തെയാണോ സേവിക്കുന്നത്? അപ്പോൾ ഈ 9.5 ഗോത്രക്കാർ മാത്രം യഹോവയെ സേവിക്കുന്നവരായി പരിഗണിക്കപ്പെടുമോ, 2.5 ഗോത്രക്കാർക്ക് യഹോവയിലുള്ള ഓഹരി നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമായിരുന്നു അവരെ ഏറ്റവും കൂടുതൽ ഭരിച്ചിരുന്നത്. ആ ഒരു ഭയം കാരണമാണ് അവർ അവിടെ യാഗപീഠം പണിതത്. മാനുഷികമായ ചിന്തയിലേക്കാൾ ഉപരി ആത്മീയ ചിന്തയിൽ അവർക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് യഹോവയുടെ ഓഹരി ഞങ്ങൾക്കും ഉള്ളതാണ് എന്നുള്ള ആ ഒരു ബോധ്യം, ആ ഒരു സാക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് അവർ ആ യാഗപീഠം അവിടെ പണിതത്. 9.5 ഗോത്രക്കാർക്ക് മാത്രമായി യഹോവയെ വിട്ടുകൊടുക്കുവാനുള്ള അവസ്ഥ വരാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് അവർ ആ യാഗപീഠം അവിടെ പണിതത്. യഹോവയുടെ കൽപ്പനകൾ 2.5 ഗോത്രക്കാരും അനുസരിക്കുന്നതിനാൽ 9.5 ഗോത്രങ്ങളെയും 2.5 ഗോത്രങ്ങളും ഒന്നാണെന്നുള്ള ചിന്ത, അങ്ങനെ അവർ 12 ഗോത്രങ്ങൾ ഒറ്റക്കെട്ടാണ്, ഒന്നിച്ചാണെന്നുള്ള ചിന്ത തലമുറകളോളം നിലനിൽക്കണമെന്ന ആഗ്രഹമായിരുന്നു അവരുടെ പ്രവൃത്തിയുടെ പിന്നിലുണ്ടായിരുന്നത്. 9.5 ഗോത്രക്കാർ അക്കരെയും 2.5 ഗോത്രക്കാർ ഇക്കരെയും അവകാശദേശം സ്വന്തമാക്കിയപ്പോൾ അവർക്കിടയിലെ പൈതൃക പാരമ്പര്യമോ ഭൂമിശാസ്ത്രപരമായ ആ ഒരു വസ്തുതയോ ഒന്നുമായിരുന്നില്ല അവരുടെ ഐക്യത്തിൻ്റെ അടിസ്ഥാനം. ശരിയാണ്, യോർദാൻ നദിയുടെ ഇക്കരെയാണ് 2.5കാര്,
അക്കരെയാണ് 9.5 ഗോത്രക്കാർ. ഇവർക്കിടയിൽ ഒരു യോർദാൻ നദി ഉണ്ട്, പ്രകൃതിദത്തമായ വേർതിരിവുണ്ട്. എങ്കിലും അവർ ഐക്യമായിരുന്നു, ഒരുപോലെ ഒന്നായിരുന്നു. ഈ ഐക്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ഭൂമിശാസ്ത്രപരമായ വേർതിരിവോ അല്ലെങ്കിൽ യോർദാൻ നദി എന്ന തടസ്സമോ ഒന്നുമായിരുന്നില്ല. ആ ഇസ്രായേൽ ജനതയുടെ ഐക്യത്തിൻ്റെ അടിസ്ഥാനം എന്നത് കർത്താവിൻ്റെ കൽപ്പനകളോടുള്ള അവരുടെ ആത്മീയ വിശ്വസ്തതയായിരുന്നു, കർത്താവിലുള്ള വിശ്വാസമായിരുന്നു, ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതിലുള്ള വിശ്വസ്തതയായിരുന്നു. അങ്ങനെ ഇരു ഗോത്രങ്ങളും ആ ഉത്തരം കൊണ്ട് തൃപ്തിപ്പെട്ടു. ഇരു കൂട്ടർക്കും വളരെ സന്തോഷമായി. അവർ ദൈവത്തെ സ്തുതിച്ചു. അന്വേഷണ സംഘത്തിൻ്റെ ആരോപണങ്ങൾ തെറ്റാണെന്ന് അവിടെ തെളിഞ്ഞു. ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് നയിക്കാമായിരുന്ന ആ വസ്തുതയിലെ സത്യം തെളിഞ്ഞപ്പോൾ, ആരോപണങ്ങളിലെ സത്യം തെളിഞ്ഞപ്പോൾ അവരുടെ ഐക്യവും സന്തോഷവും ഒന്നുകൂടി ബലപ്പെട്ടു. നമുക്ക് നേരെയും ഇതുപോലെ വ്യാജ ആരോപണങ്ങൾ വരാറുണ്ട്. അവയെ നമുക്ക് എങ്ങനെ ബൈബിൾ പരമായി കൈകാര്യം ചെയ്യാമെന്ന് നോക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 37-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു. അവിടെ കുറച്ച് പരിഹാര മാർഗങ്ങൾ പറയുന്നുണ്ട്. അതായത് നമുക്ക് നേരെ വരുന്ന വ്യാജ ആരോപണങ്ങളെ കൈകാര്യം ചെയ്യുവാനുള്ള ചില പരിഹാര മാർഗങ്ങൾ നമുക്കവിടെ പറയുന്നുണ്ട്. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, വിശ്വസ്തരായിരിക്കുക, യഹോവയോട് വിശ്വസ്തരായിരിക്കുക, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, യഹോവയിൽ തന്നെ ആശ്രയിക്കുക, യഹോവയ്ക്കായി പ്രത്യാശിക്കുക, അവൻ്റെ പ്രമാണങ്ങൾ പാലിക്കുക, നിഷ്കളങ്കനായ നേരുള്ള യേശുവിനെ മാതൃകയാക്കുക. ഈ പരിഹാര മാർഗങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് നമ്മളുടെ നേരെ വരുന്ന വ്യാജ ആരോപണങ്ങളെ നമുക്ക് ധൈര്യമായി കൈകാര്യം ചെയ്യുവാൻ, നേരിടുവാൻ സാധിക്കും. യേശു ക്രിസ്തുവിനെ ധ്യാനിക്കുക വഴി നമുക്ക് വ്യാജ ആരോപണങ്ങളെ നേരിടുവാനും അതിജീവിക്കുവാനും ഈ പാഠഭാഗം നമ്മെ ബലപ്പെടുത്തട്ടെ. യോശുവയുടെ പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് ചില തർക്ക പരിഹാരങ്ങൾ കാണുന്നുണ്ട്. കുടുംബത്തിലെയും സഭയിലെയും സമൂഹത്തിലെയും ദൈനംദിന മാനുഷിക ബന്ധങ്ങളിൽ പ്രയോഗിക്കുവാൻ കഴിയുന്ന നിരവധി ആശയവിനിമയങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത്. അതായത് ഒന്നാമത്തെ വസ്തുത എന്ന് പറയുന്നത്, ചില സമയങ്ങളിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റി എന്ന് തോന്നുമ്പോഴോ അല്ലെങ്കിൽ തെറ്റിപ്പോകുമ്പോഴോ നമ്മുടെ നിരീക്ഷണങ്ങൾ പൊട്ടിത്തെറിക്കുന്നത് വരെ അടിച്ചമർത്തുന്നതിന് പകരം പരസ്പരം ആശയവിനിമയം നടത്തണം. അതായത് ഈ 2.5 ഗോത്രക്കാർ യാഗം പണിയാൻ തീരുമാനമെടുത്തല്ലോ. അങ്ങനെ തീരുമാനമെടുത്തപ്പോഴോ അല്ലെങ്കിൽ യാഗം പണിതു വന്നപ്പോഴോ ഈ 2.5 ഗോത്രക്കാർ ഈ യാഗപീഠം പണിയുന്നു എന്ന ആ വസ്തുത 9.5 ഗോത്രക്കാരെ ഒന്ന് അറിയിച്ച് അവർ പരസ്പരം ഒന്ന് തുറന്ന് സംസാരിച്ചിരുന്നു എങ്കിൽ, ഒരാശയവിനിമയം നടത്തിയിരുന്നു എങ്കിൽ ഈ തെറ്റിദ്ധാരണയും ആരോപണങ്ങളും അന്വേഷണങ്ങളും അവിടെ ഒഴിവാക്കാമായിരുന്നു. രണ്ടാമത്തെ വസ്തുത, ഒരാൾക്ക് തൻ്റെ വിധിയിൽ ബോധ്യമുണ്ടെങ്കിലും തിടുക്കത്തിൽ ഒരു നിഗമനത്തിലും എത്തരുത്, പെട്ടെന്നുള്ള തീരുമാനം എടുക്കരുത്, മുൻവിധി പാടില്ല എന്നർത്ഥം. അതായത് ഈ 2.5 ഗോത്രക്കാർ യാഗപീഠം പണിതു എന്ന കാര്യം 9.5 ഗോത്രക്കാർ അറിഞ്ഞപ്പോൾ അവരെന്താ ചെയ്തേ? ആ 2.5 ഗോത്രക്കാർ, മനശ്ശയുടെ പാതി ഗോത്രവും രൂബേന്യ ഗാദി ഗോത്രങ്ങളും വിശ്വാസത്യാഗം ചെയ്യാൻ പോകുന്നു എന്ന നിഗമനത്തിലെത്തിയിട്ട് അതിൻ്റെ പ്രതിവിധിയായിട്ട് യുദ്ധം ചെയ്യുവാൻ അവർ ഒത്തുകൂടുകയാണ്. അത് പാടില്ല. അപ്രകാരം ഒരു പെട്ടെന്നൊരു തീരുമാനവും നമ്മൾ എടുക്കാനായിട്ട് പാടില്ല. പെട്ടെന്നെടുത്ത നിഗമനത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് മുൻപ് യഥാർത്ഥ കാരണം മനസ്സിലാക്കുക എന്നതാണ് മൂന്നാമത്തെ വസ്തുത. അതായത് യാഗപീഠം പണിതതിൻ്റെ പിന്നിലെ ഉദ്ദേശ്യം ചോദിച്ചറിയാൻ അന്വേഷണ സംഘത്തെ അയച്ചത്, അതൊരു ആ അവസ്ഥ, ആ പ്രവർത്തനം, ആ ഒരു പരിഹാരം എന്നത് ഈ പ്രശ്നത്തെ ഗുരുതരാവസ്ഥയിൽ നിന്നും മാറ്റിക്കളഞ്ഞു. അതായത് പ്രശ്നം ഗുരുതരമാവാതിരിക്കാനായിട്ട് ഈ അന്വേഷണ സംഘത്തിൻ്റെ രൂപീകരണം അവിടെ സഹായകമായി. നാലാമത്തെ വസ്തുത, ഐക്യത്തിനായി ത്യാഗം ചെയ്യാൻ തയ്യാറാകണം. അപ്പോൾ ഈ അന്വേഷണ പ്രതിനിധികൾ 2.5 ഗോത്രക്കാരുടെ അടുത്ത് ചെന്നിട്ട് അവരോട് പറയുന്ന വാക്കുകളിൽ ഒരു വാചകം അവിടെ പ്രസക്തമാണ്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ദേശത്ത് നിങ്ങൾക്ക് താമസിക്കുവാൻ നിങ്ങൾക്ക് അശുദ്ധിയാണ് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ താമസിക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ ആ ദേശത്ത് നിന്ന് വിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഞങ്ങളുടെ കൂടെ ഈ 9 ദേശക്കാർ താമസിക്കുന്നിടത്ത് വരിക. ഞങ്ങളിലെ ദേശം ഞങ്ങൾ നിങ്ങൾക്ക് അവകാശമായിട്ട് തരാം, നിങ്ങൾക്കും കൂടി അവകാശം ഞങ്ങൾ തരാമെന്ന് പറയുന്നു. അതായത് ചില ത്യാഗ മനോഭാവം, അവകാശം, ദേശം പോലും അതവർക്ക് അവകാശമായി കൊടുക്കാമെന്നുള്ളൊരു ത്യാഗ മനോഭാവം നമുക്കവിടെ
ആ 2.5 ഗോത്രക്കാരെ കൂടി ഉൾക്കൊള്ളാനായിട്ട് അവരുടെ ദേശം പങ്കിടുവാനുള്ള അവസ്ഥ അവിടെ അവർ തയ്യാറാകുന്നു. 6ാമത്തെ വസ്തുത, കുറ്റം ആരോപിക്കുന്നത് വ്യാജമോ യുക്തിസഹമോ ആയിരിക്കുമ്പോൾ കോപം ശാന്തമാകുന്ന രീതിയിൽ സൗമ്യമായ ഉത്തരം നൽകുക. അതായത് ഈ അന്വേഷണ സംഘം അനേകം കഠിന ആരോപണങ്ങളാണ് ഈ 2.5 ഗോത്രത്തിൻ്റെ മേൽ നടത്തിയത്. അപ്പോൾ ഈ 2.5 ഗോത്രക്കാർ എന്താ ചെയ്തത്? ക്ഷമയോടെ കേട്ട് നിന്നതിന് ശേഷം അവരോട് സൗമ്യ സ്വരത്തിൽ ശാന്തമായി മറുപടി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു. ഞങ്ങൾ ഈ ചെയ്തത് തെറ്റാണ് എങ്കിൽ, ഞങ്ങൾ കുറ്റക്കാരാണ് എങ്കിൽ യഹോവ തന്നെ ഞങ്ങളോട് ചോദിച്ചു കൊള്ളട്ടെ എന്നും അവിടെ പറയുന്നുണ്ട്. സത്യാവസ്ഥ യഹോവയ്ക്കറിയാം, നിങ്ങളും അറിയണം എന്ന് അവരോട് പറഞ്ഞ് അവരോട് സത്യം ബോധിപ്പിക്കുന്നു. 6ാമത്തെ വസ്തുത, സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുമ്പോൾ സന്തോഷിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുക. അതായത് 2.5 ഗോത്രക്കാരുടെ മറുപടി കേട്ടപ്പോൾ അന്വേഷണ സംഘത്തിന് വളരെയധികം സന്തോഷമായി. അവർ ദൈവത്തെ സ്തുതിച്ചു. മാത്രമല്ല, ഈ വസ്തുത അവരുടെ സ്വന്തം ദേശത്ത് യോർദാനിനക്കരെ അവർ സ്വന്തം ദേശത്ത് ചെന്ന് പറഞ്ഞപ്പോൾ മുഴുവൻ ഇസ്രായേൽ ജനത്തിനും അവിടെ സന്തോഷമായി. അവരെല്ലാവരും ദൈവത്തെ സ്തുതിച്ചു. അപ്രകാരം സത്യാവസ്ഥ ബോധ്യപ്പെട്ടപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ പ്രതിനിധികൾക്കും 2.5 ഗോത്രക്കാർക്കും ഒരുപോലെ വളരെയധികം സന്തോഷമായി. ശേഷം അവർ തിരികെ ദേശത്ത് ചെന്ന് ബാക്കിയുള്ള എല്ലാവരെയും ഈ സന്തോഷ വാർത്ത അറിയിച്ചു. എല്ലാ ഇസ്രായേലിയർക്കും അത് സന്തോഷമായി. അവർ ദൈവത്തെ സ്തുതിച്ചു. സഭകളിലും സമൂഹങ്ങളിലും അച്ചടക്കം പാലിക്കുന്നതിന് ഈ 6 കാര്യങ്ങൾ വളരെ പ്രയോജനം ചെയ്യും. അപ്പോൾ സങ്കീർത്തനം 133 പറയുന്ന ആ വസ്തുത യാഥാർത്ഥ്യമാകും. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭകരവും എത്ര മനോഹരവും ആകുന്നു. അപ്രകാരം നമ്മുടെ സഭകൾ ശുഭവും മനോഹരവുമാകണമെങ്കിൽ 1 പത്രോസ് 3-ാം അധ്യായം 8-9 വാക്യങ്ങൾ നാം പ്രമാണിക്കേണ്ടിയിരിക്കുന്നു. ആ വചനങ്ങൾ ഇപ്രകാരം പറയുന്നു: തീർച്ചയ്ക്ക് എല്ലാവരും ഐകമത്യവും സഹതാപവും സഹോദരപ്രീതിയും മനസ്സലിവും വിനയബുദ്ധിയുമുള്ളവരായിരിപ്പീൻ. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. അതായത് നമ്മൾ സഭയിലായാലും സമൂഹത്തിലായാലും സഹതാപം കാണിക്കണം, സഹോദരപ്രീതിയുള്ളവരായിരിക്കണം, മനസ്സലിവുള്ളവരായിരിക്കണം, ദോഷം ചെയ്യാതെ നന്മ ചെയ്യുന്നവരായിരിക്കണം. നമ്മൾ ദൈവത്തിൽ നിന്നും അനുഗ്രഹം നേടേണ്ടതിനാണ് നമ്മളെ ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ ശപിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ കൂടെ അനുഗ്രഹിക്കുന്നവരായി നാം മാറണം. ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ സ്വാധീനിക്കപ്പെട്ടവരാണ് നമ്മൾ. തൻ്റെ ജനത്തിനിടയിൽ ഐക്യവും സാഹോദര്യ സ്നേഹവും നിലനിൽക്കണമെന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിന് മുൻപ് ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയും അതുതന്നെയായിരുന്നു. ദൈവം തന്നെ ഈ ലോകത്തിലേക്ക് അയച്ചു എന്ന് ലോകം വിശ്വസിക്കേണ്ടതിന് യേശു പിതാവിലും ഒന്നായിരിക്കുന്നത് പോലെ തൻ്റെ ശിഷ്യന്മാരും ഒന്നായിരിക്കണമെന്നായിരുന്നു ആ പ്രാർത്ഥന. അതായത് ആ അതിശയ പ്രാർത്ഥനയുടെ കാതലായ ഭാഗമാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിന് മുൻപുള്ള ആ അതിശയ പ്രാർത്ഥനയാണ്. ദൈവം കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചുവെന്ന് ഈ ലോകം വിശ്വസിക്കേണ്ടതിന് യേശു പിതാവിൽ ഒന്നായിരിക്കുന്നത് പോലെ ശിഷ്യന്മാരും ഒന്നായിരിക്കണം എന്നതായിരുന്നു ആ പ്രാർത്ഥന. എന്നാൽ ആ പ്രാർത്ഥന ആ കാലത്തിലെ ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രം ഉള്ളതായിരുന്നില്ല എന്നും തിരുവചനം വ്യക്തമാക്കുന്നുണ്ട്. ആ പ്രാർത്ഥന നമ്മുടെ കാലത്തേക്കും കൂടി ഉള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ പറയുന്നു: ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്ന ഏവർക്കു വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നുവെന്ന്. ആയതിനാൽ പിതാവും പുത്രനും ഒന്നായിരിക്കുന്നത് പോലെ സഭയായും കുടുംബമായും നമുക്കും ഒന്നാകുവാൻ, പരസ്പരം മനസ്സിലാക്കി ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും, നമുക്കിടയിലെ തെറ്റിദ്ധാരണകളെ ആരോപണങ്ങളെ വിനയബുദ്ധിയോടെ നേരിടുവാനും മറ്റുള്ളവർക്ക് മൃദുവായ ഉത്തരം നൽകുവാനും ഈ പാഠഭാഗം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ പാഠഭാഗത്തിൽ നിന്നും വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണയോടെ അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, ഹല്ലേലൂയ, സ്തോത്രം. സ്വർഗ്ഗ നല്ല പിതാവേ, സ്തുതിക്കുന്നു, വാഴ്ത്തുന്നത് അവിടുത്തെ തിരുസാന്നിധ്യം അടിയങ്ങളുടെ പാഠപഠനത്തിനോടൊപ്പം ഉണ്ടായിരുന്ന വൻകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന പച്ച സ്തോത്രം. ഹല്ലേലൂയ. പാഠം നല്ല രീതിയിൽ പഠിപ്പിക്കുവാനും അത് നല്ല രീതിയിൽ മനസ്സിലാക്കുവാനും അവിടെ കൃപ തന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്ന പച്ച സ്തോത്രം. ഹല്ലേലൂയ.
അവിടുത്തെ സാന്നിധ്യത്തിൽ കർത്താവെ അടിയങ്ങൾ പഠിച്ച പാഠത്തെ ജീവിതത്തിലെ മുതൽക്കൂട്ടായി തീരുവാൻ, അത് ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ചാ സ്തോത്രം. ഇസ്രായേൽ ജനം ഒന്നായിരിക്കുന്നത് പോലെ, ശിഷ്യന്മാർ ഒന്നായിരുന്നത് പോലെ, യേശുവും പിതാവും ഒന്നായിരുന്നത് പോലെ അടിയങ്ങളും സഭയായി ഒന്നായിരിക്കുവാൻ ഈ പാഠഭാഗത്തിലൂടെ അടിയങ്ങൾ കർത്താവെ പഠിക്കാൻ കർത്താവെ അവിടുന്ന് സഹായിച്ചല്ലോ. കർത്താവെ സ്തോത്രം. ആ വൻ കൃപയ്ക്കായി സ്തുതിക്കുന്ന അപ്പച്ചാ സ്തോത്രം. ഹല്ലേലൂയ. അവിടുന്ന് ഏറ്റവും വേഗത്തിൽ കടന്നു വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. നന്മകളാൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും ഞങ്ങൾക്ക് ആ ജീവൻ വെളിഞ്ഞ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു.